വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം, ലൂക്ക് ചാപ്റ്റർ 19, 41 മുതൽ 44 വരെയുള്ള വാക്യം, വേർഡ്സ് 41 to 44 നമുക്ക് ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി. അച്ഛൻ തന്നെ ഒന്നുകൂടെ അത് മൈക്ക് കിട്ടിയോണ്ട് ആദ്യം ഒട്ടുകൂടെ വായിക്കും. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി. നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ ദാസൻ തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുമായി ആലോചിച്ച് ക്രമീകരിച്ച ഈ 7 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ 4ാമത്തെ സെക്ഷനിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് 7 അങ്ങയുടെ പാദപീഠം ആയിരിക്കുന്നു. കടന്നു വന്ന ജനത്തെ വിവേചിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. എതിരായി നിൽക്കുന്ന ഈ ദേശത്തെ വേലയ്ക്ക് വിരോധമായി, ആത്മാക്കളുടെ വിടുതലിന് വിരോധമായി, ദൈവപ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഈ രാത്രി ശാസിച്ചതിന്മേൽ ജയമെടുക്കുന്നു. ദൈവാത്മ മണ്ഡലങ്ങൾ ഞങ്ങൾക്കായി തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 7 ക്രൂശിന് മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും നമ്മുടെ ശബ്ദവും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ദൈവത്തിനത് വിഷയമല്ല. 2-3 പേരെൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ എഴുന്നള്ളി വരാമെന്ന് നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വന്ന ദൈവജനം വളരെ വലിയൊരു ഹോളാണ്, വളരെ മനോഹരമായിരിക്കുന്നു. ഇവിടെ ഒരു ഓഡിറ്റോറിയം നേരത്തില്ലായിരുന്നു വെച്ചാൽ അവിടെ ഞാൻ വന്ന കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട്. വേറൊരു ദൈവദാസന് ഇവിടെ ചുമതലയുള്ള കാലത്ത് ഞാൻ ഓർക്കുന്നു. ഇവിടെ കയറി വന്നപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ. അപ്പം നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഈ മുന്നോട്ട് വന്ന് നമുക്ക് ഈ ഇടയങ്ങ് ഫില്ല് ചെയ്യാം. മറ്റേ പുറകിലോട്ട് നമുക്ക് ആൾ വേണമെന്നില്ല. ഉള്ളവർ വന്നവർ ഒന്ന് എഴുന്നേറ്റ് മുൻപോട്ട് വന്നാട്ട്. ഓക്കെ. എല്ലാവരും ലൈവ് ചെയ്യുന്നവർ അവിടെ ഇരുന്നോ, ബാക്കിയുള്ളവരെല്ലാം ഇനി മുന്നേ വന്നു. അടുത്തിരിക്കുന്നതൊരു ബലമാണ്. സ്തോത്രം. കോയിച്ചാനൊക്കെ ഞങ്ങളുടെ ചർച്ചകളിലെ പഴയ പാസ്റ്ററാണ്. സന്തോഷമുണ്ട്. വായിച്ച വാക്യം, യേശു അത് കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. എല്ലാവരും പറഞ്ഞേ, യേശു അത് കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. പുരുഷാരമെല്ലാം ആഘോഷിക്കുക, വലിയ ഉത്സവ പ്രതീതിയുള്ള ഒരാഘോഷം നടക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് അത്യുച്ചത്തിൽ ജനം ഓശാന പാടുന്ന ഒരു വലിയ യാത്ര. ആ യാത്രയിൽ പുരുഷാരം മുഴുവൻ ഞങ്ങളുടെ രാജാവാകാൻ പോകുന്ന മഹാരാജാവിൻ്റെ കഴുതക്കുട്ടിപ്പുറത്തുള്ള എഴുന്നള്ളത്ത് കണ്ട് ആകാംക്ഷാഭരിതരായി
സന്തോഷിച്ചുല്ലസിക്കുമ്പോൾ കൂടെ ഉല്ലസിക്കേണ്ട കർത്താവ് അത് കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ജനം ഇത് കണ്ട് ആഘോഷിക്കുമ്പോൾ യേശു അത് കണ്ടു. എൻ്റെ കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ആ പദം ആവർത്തിച്ച് പറയുന്നു. ജനം കുരുത്തോല കാണുന്നു, കരുതക്കുട്ടിയെ കാണുന്നു, മുകളിലിരിക്കുന്ന യേശുവിനെ കാണുന്നു, ഈന്തപ്പനയുടെ ഓല പിടിച്ചുള്ള തുള്ളൽ കാണുന്നു, ഓശാന പാടുന്നത് കാണുന്നു. ജനമെല്ലാം ഇത് കണ്ടു. യെരൂശലേം ദേവാലയം കാണുന്നു, ദേവാലയത്തിൻ്റെ പണി കാണുന്നു. എല്ലാവരും ഇത് കണ്ട് ആഘോഷിക്കുമ്പോൾ യേശു അത് കണ്ടു. എല്ലാവരും ആഘോഷിച്ചു, യേശു മാത്രം കരഞ്ഞു. ഇത് ലാസറിൻ്റെ കല്ലറയ്ക്കലെ കരച്ചിലല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നൈലിലെ വിധവയുടെ കരച്ചിൽ കണ്ടുള്ള കരച്ചിലല്ല. യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത, ശിഷ്യന്മാർ മനോഹാരിത കണ്ടു, യേശുക്രിസ്തു അതിൻ്റെ നാശം കണ്ടു. പ്രൈസ് ദി ലോർഡ്. യേശു ഭൂതകാലം കണ്ടു, വർത്തമാനകാലം കണ്ടു, ഭാവികാലം കണ്ടു. ഇന്നിവിടെ ഇരിക്കുന്നവരുടെയൊക്കെ വർത്തമാനകാലം നമുക്കറിയാം. കുറേ പേർക്കൊക്കെ 10, 20, 25, 30 വർഷങ്ങളിലെ കുറേ കാര്യം അറിയാം. പക്ഷേ യേശുക്രിസ്തുവിന് ഇന്നലകൾ മൊത്തം അറിയാം, ഇന്നുകൾ മൊത്തം അറിയാം, നാളുകൾ മൊത്തം അറിയാം. ഉപവാസ പ്രാർത്ഥന എന്തിനാ വെച്ചതോ, അച്ഛൻ അമേരിക്കയിൽ നിന്ന് വന്നു, ഒരാഴ്ച ലീവ് ഉണ്ടെന്നാൽ പിന്നെ 5-6-7 ദിവസം ഒരു യോഗവും നടത്തി. അപ്പം അതിനു വേണ്ടി ഒന്നും അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ എല്ലാം പിൻപിൽ നിങ്ങളറിയാത്ത വലിയ ദൈവിക വിടുതലുകളുണ്ട്. സംഭവിപ്പിക്കണമെന്ന് പിശാച് കരുതി കൂട്ടി വെച്ച അനേക വിഷയങ്ങളുണ്ട്. ഇപ്പൊ സംഭവിക്കണമെന്ന് വെച്ച് കരുതിയേക്കുന്ന വിഷയങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണം. ഒഴിഞ്ഞു പോയിട്ട് നമുക്കൊരു വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെ വടശ്ശേരിക്കര പെരുന്നാട്ടിൽ നിന്ന് ഒരു സഹോദരൻ KSRTCയിലെ കണ്ടക്ടറാണ്. അദ്ദേഹം രാവിലെ 8 മണിക്ക് പത്തനംതിട്ട ഡിപ്പോയിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത ബസ്സിൽ കണ്ടക്ടറായിട്ട് പോകേണ്ട മനുഷ്യനാണ്. അദ്ദേഹം വരുന്ന വഴിക്ക് സ്കൂട്ടർ തട്ടി അദ്ദേഹം വീണു, തൽക്ഷണം മരിച്ചുപോയി. ഉച്ചയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഒരു മോർച്ചറിയെ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ അവിടുന്ന് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അപ്പോൾ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് നമുക്കാർക്കും ഒന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ യേശു അത് കണ്ടിട്ട് നമ്മളോട് ഒരു ദൂത് പറയുകയാണ്. നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം അറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ് യേശു കരയുകയാണ്. വളരെ പ്രാർത്ഥിച്ചിരിക്കണം. ദൈവാത്മാവിന് ദൂത് പറയാനുണ്ട്. എത്ര പേരെ വിശ്വസിക്കുന്നു? എൻ്റെ ശരീരത്തിന് അല്പ ക്ഷീണമുണ്ടെങ്കിലും ആത്മാവിന് മുട്ടും ക്ഷീണമില്ല. എനിക്കൊരു 10-66 വയസ്സായെങ്കിലും എന്നിലെ ദൈവമനുഷ്യന് 41 വയസ്സ്, 42 വയസ്സായിട്ടേ ഉള്ളൂ. എൻ്റെ ദേഹത്തൊഴുകുന്ന രക്തത്തിന് 33 വയസ്സിൻ്റെ ചുറുചുറുപ്പാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥിച്ചിരുന്നാൽ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ വിവേചിച്ച് ഈ രാത്രി ഇടപെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാം പോരാട്ടമല്ല. പെന്തിക്കോസ്തുകാർ പഠിച്ചു വച്ചേക്കുന്ന ഒരു പദമാണ് പറഞ്ഞ് പോരാട്ടം, ബന്ധനം, കെട്ടെന്നൊക്കെ പറയും. എല്ലാം പോരാട്ടമല്ല. ചിലതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒത്തിരി ശ്രേഷ്ഠരായേനെ. പ്രൈസ് ദി ലോർഡ്. പെന്തിക്കോസ്തുകാരായ നമ്മൾ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച ചില പദങ്ങൾ പഠിച്ച് എല്ലാം ബന്ധനമാണ്, എല്ലാം പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞ് അതിനെ സാഹസിച്ച് ആട്ടി തുപ്പിയൊക്കെ വിടാതെ, അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു സന്ദർശനമായിരുന്നല്ലോ എന്നൊന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ അതേറെ നല്ലതായിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞ് സമയം നീട്ടുന്നില്ല. ഒരിക്കലൂടെ ആ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹാരിതയാർന്ന
4 മലകളുടെ നടുവിലുള്ള ഒരു മലയിൽ 4 മലകളുടെ നടുവിലുള്ള ഒരു മലയിൽ പുരാതനത്വം തുളുമ്പി നിൽക്കുന്ന ദൈവതേജസ് ഇറങ്ങി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദേവാലയം യെരൂശലേം ദേവാലയം. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോനെ കൊണ്ട് ദൈവം പണി കഴിപ്പിച്ച ദേവാലയത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ച കഥയൊക്കെ നമുക്കറിയാം. നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ, 1ാമത്തെ സാമ്രാജ്യ അധിപന്റെ കാലഘട്ടത്തിൽ ആ ആലയം തകർക്കപ്പെട്ടു. വീണ്ടും ആ ആലയം നെഹമ്യാവിൻ്റെയും സെരുബാബേലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടു. വീണ്ടും ആ ആലയങ്ങൾ തകർന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്തെ ദേവാലയം മഹാനായ ഹേരോദാവ്, യേശുക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിച്ച ഹേരോദാവല്ല, യേശുക്രിസ്തുവിനെ വിസ്തരിച്ച ഹേരോദാവല്ല, അതിനു മുമ്പുള്ള ഹേരോദാവിൻ്റെ പേര് മഹാനായ ഹേരോദാവ്. ലോകത്തെ എല്ലാവർക്കും മഹാൻ എന്ന് പേരില്ല. അലക്സാണ്ടറിനെ വിളിക്കുന്നത് മഹാനായ അലക്സാണ്ടർ എന്നാണ്. അതുപോലെ രാജ്യം ഭരിച്ച ഹേരോദാവ് ഒരു ഹേരോദാവ് മഹാനായ ഹേരോദാവായിരുന്നു. ആ ഹേരോദാവാണ് യെരൂശലേം ദേവാലയം വീണ്ടും പുനരുദ്ധരിച്ചത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ ആ മഹാനായ ഹേരോദാവ് പണി കഴിച്ച ദേവാലയത്തിൻ്റെ സമയത്താണ് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. ഒരു സ്തോത്രം പറയണം. ആ ദേവാലയത്തിനാണ് യേശു ഇരുന്ന് പറഞ്ഞത്, ഇത് എൻ്റെ പിതാവിൻ്റെ ആലയമാണ്, ഇത് പ്രാർത്ഥനാലയമാണ്. ഇത് പക്ഷേ എല്ലാവരും കൂടി എന്താക്കി മാറ്റി? കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. കാരണം അവിടെ ഭയങ്കര ബിസിനസ്സുകളാണ്. ഒരു കാലത്ത് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ആലയം പിന്നീട് എന്തായി മാറി? ബിസിനസ് സ്ഥാപനമായി മാറി. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പാപം ചെയ്ത് വലിയ പാവമാണെങ്കിൽ അവനൊരു കാളയും വലിച്ചുകൊണ്ട് വേണം വീട്ടിൽ നിന്ന് വരാൻ. കുറച്ചുകൂടെ ചെറിയ പാവമാണ്, പശുക്കിടാവിനെയും വലിച്ചുകൊണ്ട് വേണം വരാൻ. കുറേ കൂടെ ചെറുതാണ്, കോലാട്ടുകുട്ടിനെ വലിച്ചുകൊണ്ട് വരണം. കുറേ കൂടെ ചെറുതാണ്, ആട്ടുകുറ്റിനെ വലിച്ചുകൊണ്ട് വരണം. ഇതിനേക്കാളൊക്കെ ചെറുതും നിവർത്തിയില്ലാത്ത ആളാണെങ്കിൽ അവനൊരു കുറുമ്പ്രാവിനെയും കൊണ്ട് വരണം. കൊണ്ടിരുന്ന യാഗവസ്തു കാണുമ്പോൾ നമുക്കറിയാം ഇത്രയും വലിയ പാപം ചെയ്തിട്ട് ഇവന് ഹല്ലേലൂയ പറഞ്ഞേ. ഇവൻ ഈ കയറെ കെട്ടി വലിച്ചുകൊണ്ട് വരുന്ന യാഗവസ്തുവിൻ്റെ വലിപ്പം കാണുമ്പോൾ നമുക്കറിയാം ഇവൻ ചെയ്ത പാപത്തിൻ്റെ വലിപ്പം. അപ്പം നമ്മൾ വെറുതെ തോമാച്ചം പോന്ന് ഭയങ്കര പാപം ചെയ്ത കാളയം കൊണ്ട് ആ പുള്ളി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവറാച്ചൻ ആട്ടുംകുട്ടിയും കൊണ്ട് പോന്നു, ഇച്ചിരി ചെറിയ പാവം ആ പുള്ളി ചെയ്തേക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു വരുന്ന ഈ തോമാച്ചനും അവറാച്ചനും ഒക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ എല്ലാ ആണ്ടിലും കാളയും പശുവിനെയും വലിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കിവിടെ തന്നെ അതിനൊരു സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ പുരോഹിതനും മഹാപുരോഹിതന്മാരും എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പൈസയും കൊണ്ട് വന്നാൽ മതി. കാളയെ വേണ്ടിയവന് കാള, ആടിനെ വേണ്ടിയവന് ആട്, പശുവിനെ വേണ്ടിയവന് പശു. നിങ്ങൾ പറഞ്ഞാൽ മതി, വേണ്ടി സാധനം ഇവിടെ തന്നെ എന്ത് ചെയ്യും? കിട്ടും. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പം ആലയത്തോട് ചേർന്ന് തന്നെ കാളയെ വിൽക്കുന്ന സ്ഥാപനം, പശുവിനെ വിൽക്കുന്ന സ്ഥാപനം, ആടിനെ വിൽക്കുന്ന സ്ഥാപനം. പിന്നെ ഈ കൊണ്ടിരുന്നവന് പല സ്ഥലത്തു നിന്ന് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നേക്കുന്ന അച്ഛൻ ഡോളറും കൊണ്ടാണ് വന്നത്. പക്ഷേ യെരൂശലേമിലെ കാളയം മേടിക്കണം, യെരൂശലേമിലെ പൈസ കൊടുക്കണം. അതിനവിടെ UAE എക്സ്ചേഞ്ച് പോലെ പൈസ മാറുന്ന നാണ്യപീഠങ്ങൾ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇപ്പോൾ റിയാൽ വന്നാലോ, ദിറംസ് വന്നാലോ, ഡോളർ വന്നാലോ, പൗണ്ട് വന്നാലോ മാറാനായിട്ട് അവിടെ എക്സ്ചേഞ്ച് ഇരിക്കുകയാണ്. അവിടെ ഇങ്ങനെ നാണ്യപീഠങ്ങളിന്മേ കാശ് വെച്ചിരിക്കുകയാണ്. എല്ലാവരും വരുന്നു, 100 ഡോളർ കൊടുക്കുന്നു, യെരൂശലേമിലെ പൈസ മേടിക്കുന്നു, ആടിനെ മേടിക്കുന്നു, പൈസ കൊടുക്കുന്നു. ഇതിനെല്ലാം അച്ഛന്മാർക്കും പുരോഹിതന്മാർക്കും മഹാപുരോഹിതനും കമ്മീഷൻ കിട്ടും. പിന്നെ പശുവിനെ മേടിച്ചുകൊണ്ട് കൊണ്ട് യാഗപീഠത്തിന് കൊമ്പെ കെട്ടിട്ട് ഇവൻ അങ്ങ് പോകും. അതിനെ പുറകിൽ കൂടെ അഴിച്ച് പിന്നെയും കൂട്ടിക്കൊണ്ട് കെട്ടും. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇതിങ്ങനെ സൈക്ലിംഗ് ആണ്. ആട് ഇവിടെ സ്റ്റേജിൽ വരുന്ന ആട് കുറച്ച് കഴിയുമ്പോൾ ആടിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നു, അത് പിന്നെയും കൂട്ടിപ്പോയി നിൽക്കുന്നു. ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഭയങ്കര ബിസിനസ് നടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കമ്മീഷൻ. മഹാപുരോഹിതൻ ഭയങ്കര കുപ്പായമൊക്കെ ഇട്ട് നിൽക്കുകയാണ്, മാർപ്പതക്കമൊക്കെ കെട്ടി ആലിയ ഒക്കെ നിൽക്കുകയാണെങ്കിലും പുള്ളിയുടെ പോക്കറ്റിൽ കാശ് വന്ന് വീണുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു വന്ന് ഇതെല്ലാം കൂടെ നാണ്യപീഠം എന്ന് പറഞ്ഞാൽ UAE എക്സ്ചേഞ്ച് സഹിതം മറിച്ചിട്ടും വെച്ച് പറഞ്ഞു, ഇതെൻ്റെ പിതാവിൻ്റെ ആലയമാണ്, ഇത് പ്രാർത്ഥനാലയമാണ്, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന് പറഞ്ഞ് അതിനെ ശാസിച്ച് കർത്താവ് ആലയത്തെ ശുദ്ധീകരിച്ചു.
ആ യാത്ര ഇങ്ങോട്ട് വരുന്ന യാത്ര നഗരത്തോട് സമീപിച്ചെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാജാവിൻ്റെ നഗരമെന്നറിയുന്ന, ആലയമുള്ള നഗരമെന്നറിയുന്ന, അപ്പങ്ങളുടെ പട്ടണമെന്നറിയുന്ന, ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ആ നഗരത്തോട് സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ നോക്കിക്കേ, നമ്മുടെ ആരാധനാലയം എത്ര മനോഹരമായിരിക്കുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. അപ്പോൾ യേശു അത് കണ്ടു. ഇത് AD ഏതാണ്ട് 23-നും 27-നും ഒക്കെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. AD 66 സംഭവിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒരു 35 വർഷം 40 വർഷം കഴിഞ്ഞ് സംഭവിക്കുന്ന ഒരു കാര്യം യേശു കാണുക. എൻ്റെ കൂടെ ഒന്ന് വരണേ. ഇവരിപ്പോഴത്തെ ഈ യെരൂശലേം ദേവാലയം കാണുന്നു. യേശു അത് കഴിഞ്ഞ് ആ മനുഷ്യൻ ജനിച്ചിരുന്നില്ല. പിന്നീട് രാജാവാകാൻ പോകുന്ന ഒരു രാജാവിനെ യേശു കാണുകയാണ്. ടൈറ്റസ് കൈസർ എന്നറിയുന്ന ഒരു രാജാവ് അധികാരമേക്കുന്നു. അവൻ ആയിരക്കണക്കിന് രഥങ്ങളും കുതിരകളും എല്ലാമായിട്ട് യെരൂശലേമിലേക്ക് വരുന്നു. യെരൂശലേമിലെ ഒരു 3 ലക്ഷത്തോളം യഹൂദന്മാരെ നിർദാക്ഷിണ്യം കൊല്ലുന്നു. അവരുടെ രക്തം യെരൂശലേമിൽ കൂടെ ഒഴുകുന്നു. ഗർഭിണികളായ സ്ത്രീകളെ വാളുകൊണ്ട് പിളർക്കുന്നു. ആ കുഞ്ഞിനെ പിടിച്ച് കഴുത്തറിയുന്നു. അങ്ങനെ കുതിരയുടെ കടിവാളം വരെ രക്തമൊഴുകുന്നു. യെരൂശലേം ദേവാലയം ഇടിച്ച് തകരുന്നു. അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുന്നു. കർത്താവ് അത് കണ്ടു. മനസ്സിലാകുന്നുണ്ടോ? ഇവരിപ്പോഴത്തെ മനോഹരമായ ദേവാലയം കാണുന്നു. യേശു തീത്തോസ് കൈസറിന്റെ കാലത്ത് സംഭവിക്കുന്ന ആ വലിയ തകർച്ച കാണുന്നു. കണ്ടിട്ട് യേശു കരഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി യോഗത്തിൻ്റെ 2ാമത്തെ രാത്രി 4ാമത്തെ സെക്ഷനാ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടിട്ട്, നമ്മുടെ ആത്മീക നിലവാരം കണ്ടിട്ട്, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ഉണർവ് കണ്ടിട്ട് ആരാധന സ്വീകരിക്കുന്ന കർത്താവ് കരയുകയാണോ ചിരിക്കുകയാണോ? ഒരു ഹല്ലേലൂയ പറയണം എല്ലാവരും. ഹല്ലേലൂയ. നമ്മുടെ കണ്ടിട്ട് ഇന്ന് രാത്രി സുരേഷ് ബാബു ഇന്നലെ വന്നു, PC ചെറിയാൻ ഇഞ്ഞു വന്നു, നാളെ ദാനിയേൽ പാസ്റ്റർ വരുന്നു, ഉന്നതന്മാർ വരുന്നു. അതിനൊക്കെ അപ്പുറത്ത് നമ്മളെ കാണുന്ന കർത്താവ് ഇന്ന് രാത്രി കരയുന്നോ ചിരിക്കുന്നോ? ചേർന്ന് ദൈവത്തെ ഒന്ന് കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ. ജുഡരമനഗർ ശബ്ദരാധരാജന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോക ചരിത്രത്തിൽ ആർക്കും മറക്കാൻ കഴിയാത്ത വലിയ സംഭവമാണ് AD 60-കളിൽ തീത്തോസ് കൈസറിന്റെ കാലത്ത് സംഭവിച്ചത്. യെരൂശലേമിനെ കുപ്പക്കുന്നാക്കി, ദേവാലയം അടിച്ച് തകർത്തു. ഒരു 6 ലക്ഷത്തിലധികം യഹൂദന്മാർ നിർദാക്ഷിണ്യം കൊല്ലപ്പെട്ടു. 60 ലക്ഷത്തോളം അധികം ആളുകൾ പീഡിപ്പിക്കപ്പെട്ട് പ്രവാസികളായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ട യേശു പറയുകയാണ്, അയ്യോ യെരൂശലേമേ, യെരൂശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എത്ര വട്ടം മനസ്സായിരുന്നു. നിനക്കോ മനസ്സായില്ല. നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഇന്ന് രാത്രി ആത്മാവിന്റെ ദൂതേറ്റെടുത്ത് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു രാത്രിയിൽ, കൊടിയ തണുപ്പുള്ള രാത്രിയിൽ, ഒരു പറ്റം ആട്ടിടയന്മാർ തങ്ങളുടെ പക്കൽ യജമാനന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടുംകൂട്ടത്തെ കൊണ്ടുപോയി ഒരു ഗോശാലയ്ക്കകത്ത് കയറ്റി കതകടച്ചിട്ട്, ആടിന് ഗോശാലയുണ്ട്, ഇടയന് ഗോശാലയില്ല കേട്ടോ. ഇടയൻ വെളിയിൽ കാവൽ കിടന്നോണം. മഞ്ഞുകൊണ്ട് തണുപ്പ് കൊണ്ട് ചാക്ക് പുതച്ച് വെളിയിൽ കിടക്കുന്ന ഇടയൻ തണുത്ത് വിറച്ചിരിക്കുമ്പോൾ ഒരു സന്ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു പറ്റം ദൂതന്മാര് ഗോശാലയുടെ വാതിൽക്ക് കിടക്കുന്ന ഇടയന്മാരുടെ അടുക്കൽ ഇറങ്ങി പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഉന്നതന്മാരാരും അറിഞ്ഞില്ല, ശ്രേഷ്ഠന്മാരാരും അറിഞ്ഞില്ല. പാവപ്പെട്ട ഇടയന്മാര് സന്ദർശനം അറിഞ്ഞു. സ്വത്രം പറയണം. ഇന്ന് രാത്രി പ്രതീക്ഷിക്കാത്ത ചില കൂടാരങ്ങളിൽ ദൈവത്തിന്റെ സന്ദർശനം അറിയിക്കുന്ന ദൈവമുണ്ട്. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നീ ദൈവ സന്ദർശനം എന്തെന്നൊന്ന് തിരിച്ചറിയേണ്ടതിന് ഹല്ലേലൂയ. ഈ കേട്ടത് ശരിയാണോ എന്നറിയാൻ അവരെഴുന്നേറ്റ ഹോശാല ഒന്നുകൂടെ നന്നായി പൂട്ടി. കാട്ടുചെന്നായിക്കളോ കൊടിയ ദുഷ്ടമൃഗങ്ങളോ തങ്ങളുടെ ആട്ടും കൂടെ നശിപ്പിക്കാറിയ ഹോശാല ഒന്നുകൂടെ ഭദ്രമായി അടച്ചിട്ട് ഈ സന്ദർശനം അറിഞ്ഞ രാത്രിയിൽ അവർ ഈ ദൂതന്മാരെ അനുഗമിച്ചു. പുൽത്തൊഴുത്തിൽ കിടക്കുന്ന യേശുക്കുഞ്ഞിനെ കണ്ടു. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു സിസ്റ്റമുണ്ട്, അത് നിങ്ങളെ പഠിപ്പിക്കാം. ഈ യഹൂദന്റെ വീട്ടിലെ ഒരു സ്ത്രീയുടെ പ്രസവകാലം എടുക്കുമ്പോൾ എല്ലാ ഭവനത്തോടും ചേർന്ന് കുടിലുകൾ, കൂടാരങ്ങൾ അന്നത്തെ കാലത്ത് അതിനോട് ചേർന്നൊരു കൊച്ചു മുറിയുണ്ട്. അത് സഹോദരിമാരുടെ പ്രസവ മുറിയാണ്, ലേബർ റൂം. അവിടെ ഡോക്ടേഴ്സ് ഒന്നുമില്ല, സൂതികർമ്മികളാണ് പ്രസവം എടുക്കുന്നത്, നല്ല തിറമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് മാത്രം പാർക്കാൻ ഒരു കൊച്ചുമുറി. ആ ദിവസമാകുമ്പോൾ അതിനകത്ത് അവർ രണ്ടുപേരും കയറി കഴിഞ്ഞാൽ പിന്നെ ഈ സൂതികർമ്മിണി വിളിച്ചു പറയും, ഇന്നാര് പ്രസവിച്ചു, കൊച്ചാണാണല്ലേ പെണ്ണാണ്. ആണാണെങ്കിൽ കൊച്ചിൻ്റെ അപ്പൻ്റെ ചുമതലയാണ് നല്ല പാട്ടുകാരെ ഇറക്കി പാടിപ്പിക്കുന്നത്. അവരെ നേരത്തെ കൊണ്ട് നിർത്തിയേക്കും. അവരെ ഇങ്ങനെ സകലവിധമായ റിതമ്പാട്, ഡ്രം സെറ്റ്, ഓർഗന്, അന്നതൊന്നുമില്ല, ഉള്ള സാധനങ്ങൾ, തമ്പുരു, വീണ, കിതാർ എല്ലാം മേടിച്ചുകൊണ്ട് അവർ വന്നിങ്ങനെ ഇരിക്കുക. ഈ സൂതികർമ്മിണി പറയും, നമ്മുടെ മറിയ പ്രസവിച്ച് കൊച്ചാണെന്ന് പറഞ്ഞാൽ ഇവരോട് പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു ഇവരങ്ങ് തുടങ്ങുക. ആ 3 ദിവസം നിർത്താതെ ആഘോഷമാണ്. ഇവർ പാടും, ജനമെല്ലാം ആഘോഷിക്കും. ആ വീട്ടിലൊരു വാക്തത്വ സന്തതി ജനിച്ചു. ഭയങ്കര സന്തോഷം. ഒരലലിയ പറഞ്ഞേ, കുടുംബത്തിൽ ഒരാന്തറി പിറന്നാൽ അവർക്കത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം രൂപേൻ ഗോത്രത്തിലാണ് പിറന്നെങ്കിൽ രൂപേൻ ഗോത്രക്കാരെല്ലാം കൂടെ കൂടും. യഹൂദാ ഗോത്രമാണേ അവരെല്ലാം കൂടെ കൂടും. ബെന്യാമിൻ ഗോത്രമാണേ അവരെല്ലാം കൂടെ കൂടും. ഏത് ഗോത്രത്തിൽ കൊച്ചു പിറന്നു ആ ഗോത്രക്കാരെല്ലാം കൂടെ ചേർന്ന് ഈ ഗായക സംഘത്തോട് ചേർന്ന് അടിച്ചു പാടി 3 ദിവസം ആഘോഷിക്കുക. ഈ സൂതികർമ്മിണി പറയവാണ്, ആ കിളിവാതിൽ തുറന്ന് മറിയ പ്രസവിച്ച് കൊച്ചു പെണ്ണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉദ്ഘാടനമില്ല, പാട്ടുമില്ല, സാധനം പായ്ക്ക് ചെയ്ത് തന്നെ പൊക്കോളും, വണ്ടിക്കൂലി പോലും മേടിക്കത്തില്ല. സ്വത്രം പാടാൻ വന്ന പോലെ ഇവരെന്ത് ചെയ്യും? ഇവർ തിരിച്ചു പോയി. പാട്ടൊന്നും ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് മനസ്സിലാകും കൊച്ചു പ്രസവിച്ചെന്താണ്, പെണ്ണാണ്. അവരല്ലിയ പറഞ്ഞ്. യോസഫിന് മകൻ ജനിച്ചു, പേര് യേശു. കീറ്റുശീലം മേടിക്കാൻ കാശില്ലാത്ത പുള്ളി വഴി പ്രസവിച്ച കൊച്ചിന് വേണ്ടി പാട്ടുകാരെ എവിടെ നിന്ന് ഇറക്കാനാ? പക്ഷെ കൊച്ചിൻ്റെ അപ്പൻ യോസഫ് അല്ലാഞ്ഞ കൊണ്ട് കൊച്ചിൻ്റെ അപ്പൻ പാട്ടുകാരെ ഇറക്കി. സ്വത്രം പറഞ്ഞില്ല. കൊച്ചിൻ്റെ അപ്പൻ യോസഫ് അല്ല, കൊച്ചിൻ്റെ അപ്പൻ സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് പാട്ടുകാരെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി. ഹല്ലേലൂയ. അവരെ വന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ഭൂമിയിൽ ഹല്ലേലൂയ. ഒരാൺകൊച്ചി ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് കൊയറിറങ്ങി പാടിയ ഒറ്റ കേസേ ഉള്ളൂ, അത് നമ്മുടെ യേശു ജനിച്ചപ്പോൾ. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഇന്ന് രാത്രിയിലും നിന്റെ കൂടാരത്തിൽ യേശുവിന്റെ പിറവി നടന്നാൽ ആ തിരുപിറവിക്ക് മുമ്പിൽ ജനമാഘോഷിച്ച് പാടി. ഈ ആട്ടിടയന്മാർ ചെന്നപ്പോൾ പാട്ടുപാടാൻ കൊയറിറങ്ങി. അവർ ചേർന്ന് പാടി ദൈവത്തെ പാവങ്ങൾ സന്ദർശനം അറിഞ്ഞു. അങ്ങ് എവിടെയോ ഒരു ഉന്നതമായ ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നിടത്ത് ആകാശമണ്ഡലങ്ങളിലെ നക്ഷത്ര ഗാലക്സികളിലെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണാൻ സൂക്ഷ്മദൃഷ്ടിയോടെ കാത്തിരിക്കുന്ന വിദ്വാൻമാർ നോക്കിയപ്പോൾ ഒരു പ്രത്യേക നക്ഷത്രം അവർ കണ്ടു. അവർ പറഞ്ഞു, ഈ നക്ഷത്രം സാധാരണ നക്ഷത്രമല്ല, ഇതിൻ്റെ പിൻപിൽ എവിടെയോ ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർ പറഞ്ഞു, അത് സാധാരണ രാജാവല്ല, ഒരു മഹാരാജാവാണ്.
ഹല്ലേലൂയ പറഞ്ഞേ. രാജാവാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് അവനെ പോയി കാണണം. രാജാവിനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത് ശരിയല്ലല്ലോ, നമുക്ക് പൊന്നു കൊണ്ടുപോകണം. ഉടനെ ഒരാൾ പറഞ്ഞു, അവൻ ഞാൻ നക്ഷത്രം ശ്രദ്ധിച്ചു നോക്കി, അത് രാജാവ് മാത്രമല്ല, അതൊരു പ്രവാചകനാണ് ജനിച്ചേക്കുന്നത്. അത് വെറും പ്രവാചകനല്ല, പ്രവാചകന്മാരുടെ പ്രവാചകനാണ് ജനിച്ചേക്കുന്നത്. അയ്യോ, പ്രവാചകനാണെ പൊന്നു മാത്രം പോരാ, അല്പം മൂറൂടെ കൊണ്ടുപോകണം. ഒരു സ്വത്രം പറഞ്ഞേ. അപ്പൊ അവര് മൂറെടുത്തു. ഉടനെ അടുത്ത ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഇത് വെറും രാജാവ് മാത്രമല്ല, ഇത് പ്രവാചകൻ മാത്രമല്ല, ഇതൊരു മഹാപുരോഹിതനാണ് ജനിച്ചേക്കുന്നത്. അത് സാധാരണ മഹാപുരോഹിതനല്ല, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനാണ് ജനിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മഹാപുരോഹിതനെ കാണുവാൻ കുന്തിരിക്കമെടുക്കണം. ഒരു സ്വത്രം പറഞ്ഞേ. ഓ റബ ശാന്തര രഗമന ഭൗഷസ്യ. ഹല്ലേലൂയ. നമ്മുടെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാ. നോക്കിക്കേ, ഉന്നതന്മാർ ഇവിടെ കിടപ്പുണ്ട്. യഹൂദാ ഗോത്രം, രൂബേൻ ഗോത്രം, ശിമിയോൻ ഗോത്രം. അവരാരും അറിഞ്ഞില്ല. ഇവിടെയുള്ള പാവപ്പെട്ട വിദ്വാൻമാർ അറിഞ്ഞു. സന്ദർശനം അറിഞ്ഞപ്പോൾ അവർ പ്രോഗ്രാം നിർത്തി, അവരുടെ ഓഫീസ് പൂട്ടി. ഹലോ, അവരുടെ സാങ്കേതിക ശാസ്ത്ര വികസന കേന്ദ്രം പൂട്ടി. അവരൊരാൾ പൊന്നെടുത്തു, ഒരാൾ മൂടെടുത്തു, ഒരാൾ കുന്തിരിക്കമെടുത്തു, യാത്ര പുറപ്പെട്ടു. നിങ്ങൾ എവിടെ പോകുകയാ? ഉത്തരം, സന്ദർശനമുണ്ടായിരിക്കുന്നു. ഇന്ന് രാത്രി അപ്രതീക്ഷിതമായാണെങ്കിലും ചില കൂടാരങ്ങളിൽ ദൈവത്തിന്റെ സന്ദർശനമുണ്ടായാൽ സന്ദർശനങ്ങളെ തിരിച്ചറിയാൻ നീ കഴിയണം. അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച ദൈവമേ, ആ സന്ദർശനം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഒരു ധനാഢ്യനായ ബിസിനസ്സുകാരന്റെ മകന് ദൈവം സന്ദർശിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇവനെ കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ അംബാനിയെക്കാട്ടി പൈസ അവൻ്റെ കയ്യിലുണ്ട്. ഹലോ, ബിസിനസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അന്നത്തെ ഏറ്റവും വലിയ ബിസിനസിന്റെ ഉടമയാ പുള്ളി. അപ്പം കർത്താവിന്റെ സന്ദർശനം ഇവന് ഗ്രഹിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയ്ക്ക് വന്ധ്യത കൊടുത്തു. എന്നെ കൊടുത്തു വന്ധ്യത കൊടുത്തു. പ്രൈസലോ. ഇപ്പൊ അച്ഛന് ഏതാണ്ട് 75 വയസ്സുണ്ട്, അമ്മാമ്മയ്ക്ക് 65 വയസ്സുണ്ട്. അമ്മാമ്മ മച്ചിയാണ്, അച്ഛന് പിള്ളേരല്ല. പക്ഷെ ഇട്ടുമൂടാ സ്വത്ത് ഉണ്ട്. ആരനുഭവിക്കാനാ? പിള്ളേർ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, എലയാസർ. ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തമ്പുരാന് മനസ്സിലായി, ഇവനെ ഇറക്കണമെങ്കിൽ ഇവനൊരു തലമുറയുടെ വിഷയമാണ്. എൻ്റെ ചിന്ത, ഒരുമാതിരിപ്പെട്ട എല്ലാ ചികിത്സയും പുള്ളി കഴിച്ചു കാണും. സ്വതം. എന്നേരം ഒരു സന്ദർശനം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 7:1 മുതൽ 3 വരെ വേഗം വായിക്കണം. 7:1 മുതൽ 3 വരെ. ആക്ട്സ് ചാപ്റ്റർ മതി. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ടു. ഇങ്ങോട്ട് നോക്കി വായിക്കാൻ പറയുമ്പോഴേ വായിക്കാവുന്നേ. നമ്മുടെ വിഷയം അവിടെ ഒന്നും അല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ വിഷയം സന്ദർശനമാണ്. യേശു അത് കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സ്തേഫാനോസ് എന്ന് പറയുന്ന എന്നെ വെള്ളം കുടിപ്പിക്കാതെ വിട്ടാൽ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. നമ്മളിവിടെ ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വിഷയം പഠിക്കുക കേട്ടോ. നമ്മൾ ഈ യോഗത്തിനകത്തൊക്കെ ഇങ്ങനെ മുളയുടെ കീഴെ പാമ്പ് വരുന്നു, മറ്റേ അടുത്തോടെ ആന വരുന്നൊക്കെ പറഞ്ഞ് വരട്ടി നിങ്ങളുടെ അവിടെ കൈയടിപ്പിക്കാമെന്ന് എനിക്ക് സമയമില്ല. ഞാൻ നിങ്ങളെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വചനം പഠിക്കുന്ന ഇഷ്ടമാണല്ലോ. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പോയാൽ ഈ പ്രസംഗം മറക്കല്ല കേട്ടോ, ഓർത്ത്. അപ്പോൾ ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് സ്തോത്രമൊക്കെ പറഞ്ഞിരിക്കണം. ശ്രദ്ധിച്ച്, ഒരു പുതിയ പ്രസംഗകൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പേര് സ്തേഫാനോസ്. പുള്ളി ഇതിന് മുമ്പെങ്കിലും സ്റ്റേജിൽ പ്രസംഗിച്ചായിട്ട് നമുക്ക് അറിയത്തില്ല. ആദ്യത്തെ പ്രസംഗം, കന്നിപ്രസംഗവും അവസാന പ്രസംഗവും കൂടാ. ഒറ്റ പ്രസംഗം, അതോടെ പരിപാടി തീരുകയാണ്. സ്തോത്രം. അപ്പോൾ ആ പ്രസംഗത്തിൽ പുള്ളി വേദപുസ്തകത്തിൽ എങ്ങും ഇല്ലാത്തൊരു കാര്യം പറയുക. പഴയ നിയമത്തിലാണ് അബ്രഹാം ദൈവത്തെ കണ്ടതായിട്ട് ഇറങ്ങി തുടങ്ങുന്നത്, 11-ാം അധ്യായം അതിൻ്റെ അവസാനത്തിലാണ്. പക്ഷെ അവിടെ തുടങ്ങി അബ്രഹാം ഹാരാനിൽ വന്നു പാർത്തു എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 11-ന്റെ അവസാനം. ഇവിടെ ശ്രദ്ധിച്ചേ, വായിക്കണ്ടെന്നേ, ഞാനങ്ങ് പറഞ്ഞു വിടാം. ഉൽപ്പത്തി 11-ന്റെ അവസാനം അബ്രഹാം ഹാരാനിൽ വന്ന് പാർത്തു.
തേരക് മരിച്ച ശേഷം അബ്രഹാം പുറപ്പെട്ടു. 12-ാം അധ്യായം തേരക് മരിച്ച ശേഷം ദൈവം അബ്രഹാമിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതിന് മുമ്പ് ഈ മെസപ്പൊട്ടോമിലെ ഊരിൽ താമസിച്ച കാര്യം അവിടെങ്ങും ഇല്ല. പക്ഷെ പുതിയ പ്രസംഗകനായ സ്തെഫാനോസ് ആത്മാവിൽ, ഹലോ, ആത്മാവും ജ്ഞാനവുമുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. ഇപ്പൊ 12 ഉണ്ട്, 7 ഉണ്ട്. എത്ര പേരുണ്ട്? 12 7. ആ 7 ഒന്നാമനാണ് സ്തെഫാനോസ്. സ്തെഫാനോസ് ആത്മാവും ജ്ഞാനവും ഉള്ളവനായിരുന്നു. ആത്മാവി പുള്ളി പഴയ കാര്യം വെളിപ്പാടി കണ്ടു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഉപവാസ പ്രാർത്ഥന വെളിപ്പാട് പ്രാപിക്കണം കേട്ടോ. ഹല്ലേലൂയ. വെളിപ്പാട് പറയുകയാണ്, നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ പിതാവായ അബ്രഹാം ഖാരാനി വന്ന് പാർക്കും മുമ്പേ ഒരു ചരിത്രമുണ്ട്. അത് സ്തെഫാനോസിനെ വെളിപ്പെട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹാരാനി വന്ന് പാർക്കും മുമ്പേ മെസപ്പൊട്ടോമിയിലെ ഊറിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവം, സ്വതന്ത്രം പറയണം, അബ്രഹാമിനെ ദൈവം സന്ദർശിച്ചത് തേജോമയനായ ദൈവം. സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. അവന് ദൈവങ്ങളുടെ ഒരു വലിയ ഗോഡവൻ തന്നെ അവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏത് സൈസ് ദൈവത്തെ വേണമെന്ന് പറഞ്ഞാൽ മതി, എന്നേരം കൊണ്ടുവരാനായിട്ട് വലിയ ഗോഡവൻ നിറച്ചാരിരിക്കുക, ദൈവങ്ങളിരിക്കുക. പക്ഷെ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു സന്ദർശനമാണ്. മക്കളില്ലാത്ത ആ മനുഷ്യനോട് ദൈവം തേജോമയനായി വെളിപ്പെട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക്, സ്വതന്ത്രം പറഞ്ഞേ, നിന്റെ ഭാര്യയെ സാറെ ഞാൻ ബഹുജാതികൾക്ക് മാതാവാക്കും. അവന് സന്തോഷമായി. തൊടന്റെ അടുത്ത് കർത്താവ് തൊട്ടു. സ്വതന്ത്രം പറയണം. നിന്നെ ഞാൻ ബഹുസമ്പന്നനാക്കുമെന്ന് പറഞ്ഞില്ല. കാരണം ഓൾറെഡി ഇവൻ ആരാ? സമ്പന്നന്. അവൻ ഇട്ടുകൂടാ സ്വത്ത് ഉണ്ട്. ഈ ലൂലു സെൻ്ററൊക്കെ തുറന്ന പോലെ കേരളത്തിൽ തിരുവനന്തപുരത്തൊന്ന്, കോട്ടയത്തൊന്ന്, എറണാകുളത്തൊന്ന്, ഇപ്പം തമിഴ്നാട്ടിൽ 4 രാജസ്ഥാനിൽ 3 ഗുജറാത്തിൽ 5 ലോകത്തിൽ മൊത്തം 117 എന്ന് പറഞ്ഞ പോലെ ഓരോ സ്റ്റേറ്റിൽ കട തുടങ്ങാൻ ഈ അബ്രഹാമിന് കഴിയും. അവൻ്റെ ഗോഡവൺ മുഴുവൻ നിറച്ച് ദൈവങ്ങൾ അടക്കുകയല്ലേ. അവൻ ദൈവം തമ്പുരാൻ ഇവനോട് പറഞ്ഞ പണക്കാരനാക്കാവുന്നല്ല, ബഹുമാന്യനാക്കാവുന്നല്ല, അവൻ ഇല്ലാത്ത എന്താണെന്ന് ദൈവം കണ്ടിട്ട് സന്ദർശനം പറഞ്ഞു, നിന്നെ ഞാൻ ആരാക്കും? ബഹുജാതികൾക്ക് പിതാവാക്കും. പക്ഷെ നീ ഒരു കണ്ടീഷൻ അനുഭവിക്കണം. ഞാൻ നിന്നെ ആക്കും. നീ പക്ഷെങ്കിൽ ചിലതൊക്കെ വിടണം. നീ ഈ കൽദയ ദേശം വിടണം, ഇവിടുത്തെ ഈ അന്യ ആരാധന വിടണം, ഇവിടുത്തെ ഈ കെട്ട പിതൃപാരമ്പര്യം വിടണം. വിട്ടിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ എന്ത് ചെയ്യണം? പുറപ്പെടണം. എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ടായ ഒരു വാക്യം ഞാൻ പ്രസംഗിക്കാൻ കുറിച്ചുകൊണ്ട് പോയാലും അത് പ്രസംഗിച്ചില്ല കേട്ടോ. അല്ല, ഇപ്പോൾ അബ്രഹാമിന് 85 വയസ്സായി. 10 വയസ്സൂടെ കഴിഞ്ഞു ഇറങ്ങിയിട്ട് 85 വയസ്സായി. സാറയ്ക്ക് അന്നേരം 75 വയസ്സായി. അന്നേരം പുള്ളി ഈ സാറെ നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ ഒരു കള്ളം പറയാൻ പോവാണ്, നീ വിഷമിക്കല്ലേ. 75 വയസ്സുള്ള സാറയുടെ മുഖത്ത് നോക്കി അപ്പുറം പറയാണ്, നീ സുന്ദരി എന്ന് ഞാൻ കാണുന്നു. എന്തൊരു സന്തോഷമായിരിക്കും 75 വയസ്സുള്ള ഒരു അമ്മച്ചിയോട് 85 വയസ്സുള്ള അപ്പച്ചൻ പറയണം, നീ സുന്ദരിയായിരിക്കുന്നു. ഈ സൗന്ദര്യം കണ്ടാൽ ഈ സീദോന്യ രാജാവ് നിന്നെ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാനൊരു കള്ളം പറയാൻ പോവാണ്, നീ എൻ്റെ പെങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പുള്ളി അങ്ങനെ ഒരു അബദ്ധം പറയേണ്ടി വന്നു. അല്ലേ പറഞ്ഞേ, ഭാര്യയാന്ന് പറഞ്ഞതിന് അവൻ അടിച്ചോണ്ട് പോകത്തില്ലായിരുന്നു, പെങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചോണ്ട് പോയേ. പ്രൈസ് ദി ലോർഡ്. എന്നാലും ഇടയ്ക്കൊക്കെ ഭാര്യയുടെ മുഖത്ത് നോക്കി നാട്ടുകാർ പറയാതെ നമ്മളൊന്ന് പറയുന്നൊരു സന്തോഷമല്ലേ. നമ്മൾ പറയാതെ നാട്ടുകാർ പറയുമ്പോൾ അവരുടെ പുറകെ പോകുന്നതേ മിണ്ടുന്നില്ല. നമ്മൾ പറയേണ്ട കാര്യമാ നീ സുന്ദരിയായിരിക്കുന്നു എന്നൊക്കെ. നമ്മൾ പറയാതെ നാട്ടുകാരെങ്കിലും അത് പറയുമ്പോൾ എന്നാൽ പിന്നെ അവരുടെ പുറകെ എന്ത് ചെയ്തേക്കാം, പോയേക്കാം. എൻ്റെ വിഷയമല്ല, തിരിച്ചു വരട്ടെ. അല്ലല്ലോ. അപ്പം ഈ അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ബഹുജാതികൾക്ക്. അബ്രഹാം ആഗ്രഹിച്ചത് എന്തോ അതേല ദൈവം തൊട്ടത്. കണ്ടത് ആരെയാ? തേജോമയനായ ദൈവത്തെ. ദൈവത്തെ കണ്ടിറങ്ങിയവൻ ഒരിക്കലും മാറിപ്പോത്തില്ല. ഇന്ന് സഭകൾക്ക് പറ്റിയ ഒരു പരാജയം നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ലോകം മുഴുവൻ പോയി പ്രസംഗിക്കുന്ന ഒരു എളിയ സേവദാസനാണ്. ഈ സഭകൾക്ക് പറ്റിയൊരു പരാജയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടല്ല പലരും ഇറങ്ങി. ചിലർ കോവിഡ് വന്നു സൗഖ്യമായി, ചിലർ ക്യാൻസർ വന്ന്
സൗഖ്യമായി. ചിലർക്ക് ട്യൂമർ വന്ന് സൗഖ്യമായി. ചിലർക്ക് വീട് കിട്ടി, ചിലർക്ക് കൊച്ചിനെ കെട്ടിച്ചു. അങ്ങനെ ചെറിയ എന്തൊക്കെയോ വിടുതൽ കിട്ടി വന്നു. അവരപ്പോൾ ഉപദേശി പറഞ്ഞു, വീടൊക്കെ കിട്ടിയല്ലോ, അപ്പോൾ രക്ഷിക്കപ്പെടണം. എന്നാൽ പിന്നെ രക്ഷിക്കപ്പെട്ടേക്കാം, സ്നാനപ്പെടണം, എന്നാൽ പിന്നെ മുങ്ങിയേക്കാം. അങ്ങനെ അവരൊക്കെ പറഞ്ഞേ കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന് കയറി. എന്തിനാ വന്നതെന്നും അറിയത്തില്ല, എന്തിനാ വരുന്നതെന്നും അറിയത്തില്ല. അങ്ങനെ അങ്ങ് പോകുക. അവരല്ലേ പറഞ്ഞേ. പക്ഷെ അബ്രഹാം വന്നത് ചൊറി മാറിയും പനി മാറിയും ഒന്നുമല്ല, തേജോമയനായ. അല്ലേ പറയണം, നീ ഇറങ്ങി തിരിച്ചെങ്കിൽ ദൈവത്തെ കണ്ടിറങ്ങി തിരിക്കണം. ദൈവത്തെ കണ്ടിറങ്ങി തിരിച്ചാൽ ഏത് പ്രതികൂലം വന്നാലും നീ മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. ശുഡബരബരബശ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവം വിളിച്ചിട്ട് വന്നവരുമുണ്ട്, ദൈവത്തെ വിളിച്ച് വന്നവരുമുണ്ട്. ദൈവത്തെ വിളിച്ച് വന്നവർ കുറേ അത്ഭുതങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞത്. കുറേ അത്ഭുതങ്ങൾ കാണും. വഴി തുറക്കും, വിടുതൽ നടക്കും, ജോലി കിട്ടും, കല്യാണം നടക്കും, വീട് വെക്കും, കാറ് മേടിക്കും. കുറേ വിടുതൽ അവർ കാണും, കുറേ അത്ഭുതങ്ങൾ കാണും. പക്ഷേ ദൈവം വിളിച്ചവൻ ഒരത്ഭുതമാകും. അതുകൊണ്ടാ കാട്ടിൽ നിന്ന് വന്ന ദാവീദ് പറഞ്ഞു, ഞാൻ അനേകർക്കും ഒരു പറഞ്ഞ ബാക്കി അത്ഭുതമായിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി നീ മറ്റുള്ളവർക്കൊരു അത്ഭുതമായി മാറണമെങ്കിൽ ദൈവം നിന്നെ വിളിച്ചിറക്കണം. ഹല്ലേലൂയ. നിന്നെ കാണുന്നവർ പറയണം, വാസ്തവത്തിൽ ഒരു അത്ഭുതമായിരിക്കും. സ്തോത്രം. അപ്പൊ ഈ അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ട് ഇറങ്ങിത്തിരിച്ചു, കൽദയ ദേശം വിട്ടു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വിഷയമുണ്ടായി. സന്ദർശനങ്ങളാണ്. വർഷങ്ങൾ മുൻപോട്ട് പോകുകയാണ്. പുള്ളി ഇറങ്ങിയപ്പോൾ അപ്പൻ കൂടെ ഇറങ്ങി. ഒരു ജ്യേഷ്ഠൻ നേരത്തെ മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പേ പുള്ളിക്കൊരു കൊച്ചനുണ്ടായി. അവൻ്റെ പേര് ലോത്തെന്നാണ്. അപ്പനില്ലാത്ത ഈ കൊച്ചിനെ ഇട്ടിട്ട് പോരാതെ ഉപ്പാപ്പൻ ആ കൊച്ചിനെ കൂടി കൊണ്ടുപോകുന്നു. സ്തോത്രം. അപ്പോൾ അബ്രഹാമുണ്ട്, സാറയുണ്ട്, തേരകുണ്ട്, മരിച്ചുപോയ ചേട്ടൻ്റെ മകനുണ്ട്. ഇവരെല്ലാം ഒന്നിച്ചാണ് ഈ കൽദയ ദേശം വിട്ടത്. ഒരു ദിവസം ഇവരുടെ ആടുകളെല്ലാം വർദ്ധിച്ച് പെരുകി ഇച്ചിരി നന്മയൊക്കെ വന്നു പറഞ്ഞാൽ ഇവർ തമ്മിൽ ഇടയന്മാർ തമ്മിൽ ശണ്ടയുണ്ടായപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ കിഴക്കോട്ട് പൊക്കോ, ഞാൻ പടിഞ്ഞാറോട്ട്, ഞാൻ പടിഞ്ഞാറോട്ട്, നീ കിഴക്കോട്ട്. അങ്ങനെ പറഞ്ഞു ഇവർ രണ്ടും മാറി താമസിച്ചു. ഒരു പ്രഭാതത്തിൽ അബ്രഹാം ഉണരുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടോണ്ടാണ്. എല്ലാവരും എൻ്റെ കൂടെയാണല്ലോ അല്ലേ? ഒരു ഞെട്ടിക്കുന്ന വാർത്ത എന്താണെന്നറിയാമോ? ലോത്തിനെയും ഭാര്യയെയും പിള്ളാരെയും സമ്പത്തും എല്ലാം കൂടെ 4 രാജാക്കന്മാർ വന്ന് അപഹരിച്ചു കൊണ്ടുപോയി എന്ന ഞെട്ടിക്കുന്ന വാർത്ത കേട്ട് അബ്രഹാം എണ്ണിച്ചപ്പോൾ ഈ സഹോദര രക്തം തിളച്ചു. ഏത് രക്തമോ? മിണ്ടുന്നില്ല. ദൈവം വിളിച്ച രക്തമല്ല, ആ സഹോദര രക്തം എന്ത് ചെയ്തു? ഞങ്ങളുടെ കുടുംബം ഏതാണെന്ന് അറിയാമെന്നൊക്കെ ചോദിക്കുന്ന ആ രക്തം ഇളകിയിട്ട് പുള്ളി മുൻപും പിൻപും നോക്കിയില്ല. വാടാന്നും പറഞ്ഞ് വീട്ടിലെ 318 അഭ്യാസിയും വിളിച്ചോണ്ട് ഒറ്റ പോക്ക് പോയിട്ട് ഇവന്മാരെ അടിച്ച് നൂർത്ത് ഈ കൊണ്ടുപോയ മുഴുവൻ സാധനവും പിടിച്ച് ലോത്തിനെയും ഭാര്യയും പിള്ളേരെയും തിരിച്ചു കൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ യുദ്ധത്തിന് പൊക്കോട്ടെ എന്ന് ദൈവത്തോട് ചോദിച്ചോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. പുള്ളിക്ക് അന്നേരം ഉണ്ടായ സഹോദര കുടുംബവീര്യം, ഞങ്ങൾ ഏത് കുടുംബക്കാരാണെന്നറിയാമെന്നൊക്കെ ചോദിക്കത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ചിലരോടൊക്കെ ചോദിച്ചു പറഞ്ഞു, ഞങ്ങൾ കുറവലിങ്ങാട്ടു നിന്ന് വന്നവരാ, മല്ലപ്പള്ളി വന്ന് താമസിച്ചെന്നേ ഉള്ളൂ, മറ്റൊരു നിരണത്തു നിന്ന് വന്നവരാ. ചോദിക്കുമ്പം എല്ലാവരും കുറവലിങ്ങാട്ടുകാരും നിരണത്തുകാരും, റാന്നിക്കാരും. നിങ്ങൾ മിണ്ടുന്നില്ല. ചുമ്മാ അങ്ങ് പാരമ്പര്യം പറയുന്ന ഞങ്ങളതിൻ്റെ 17ാമത്തെ ശാഖയാണെന്നൊക്കെ പറയും. ഒരു ശാഖയല്ല. പ്രൈസ് ദി ലോർഡ്. 17ാമത്തെ ശാഖ കള്ളുഷാപ്പിയിരിക്കുകയാണ്. ചുമ്മാ ബന്ധം കൂടാൻ വേണ്ടി പറയുന്ന 10 കാശും പുത്തനും കിട്ടിയപ്പോൾ പുള്ളി 17ാമത്തെ ശാഖയായി. നമ്മൾ 24ാമത്തെ ശാഖയെ വരും. അല്ലേ പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നിങ്ങളൊന്ന് മടങ്ങി വരണേ. അല്ലല്ലോ. അപ്പം ചുമ്മാ അതിങ്ങനെ. അപ്പോൾ അബ്രഹാമിൻ്റെ അകത്തെ ആ കൽദയ രക്തം, കൽദയരാരാന്നറിയാമോ? ഈറ്റപ്പുലിയെക്കാട്ടി വേഗതയുള്ളവരാ. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈറ്റപ്പുലിയെക്കാട്ടി വേഗതയാണ് ആർക്ക്? കൽദയര്. അവൻ ആ വേഗത ചെന്നപ്പോൾ ചുമന്മാരെ രാജാക്കന്മാരെ അടിച്ചു നൂർത്ത് ഈ ലോത്തിനെയും പിള്ളേരെയും സമ്പത്തും എല്ലാം തിരിച്ചു മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് മൽക്കീസദേക്ക് പ്രത്യക്ഷപ്പെട്ടു. അവന് ദശാംശമൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് പട്ടാളക്കാരോ ക്യാമ്പിലോട്ട് പോയി. ലോത്തും ഭാര്യയും പിള്ളേരും വീട്ടിലോട്ട് പോയി. അബ്രഹാം തനിച്ചായപ്പം പുള്ളിക്കൊരു വെപ്രാളം, ഇവന്മാർ തിരിച്ചു വന്നെങ്കിലോ. ഇപ്പോഴാണ് പുള്ളിക്ക് വീണ്ടും വിചാരം ഉണ്ടായി. നമ്മൾ പലതിലും എടുത്തു ചാടും.
രക്ഷിക്കപ്പെട്ടവൻ ഒന്നിനെ എടുത്തിയാടല്ല. ഒരല്ലേ പറഞ്ഞേ, അതിനെ ഉപവാസം വെച്ച നിന്റെ ആ പുറത്തെ ആ പാരമ്പര്യ രക്തം ഉണ്ടല്ലോ അത് ഒതുങ്ങണം, നിന്റെ അകത്തെ യേശുവിൻ്റെ രക്തം തിളയ്ക്കണം. ഒരല്ലേ പറഞ്ഞേ, അതിനെ ഉപവാസവും പ്രാർത്ഥനയും. ഹല്ലേലൂയ. നിന്റെ ദൈവഹിതമല്ലാത്ത എല്ലാ തീരുമാനത്തിൽ നിന്നും നീ മാറണം. നല്ല ഹല്ലേലൂയ പറയണേ ഇന്ന് രാത്രി. ഹല്ലേലൂയ. അപ്പോൾ ഇവന് ദൈവാലോചന ഇല്ലാതെ എടുത്തു ചാടി പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ഉള്ളിലൊരു ഭീതി, ഭയമുണ്ടായി. ഇവന്മാർ 5 രാജാക്കന്മാരോട് തിരിച്ചു വന്നാൽ എൻ്റെ കഥ അങ്ങ് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ്റെ അടുത്ത പ്രത്യക്ഷതയുണ്ടായി, അടുത്ത സന്ദർശനമാണ്. 14-ാം അധ്യായം ഒന്ന് വായിച്ചേ. 14-ാം അധ്യായം 19 മുതൽ 19-20 വാക്യം. 14-19 വേഗം വായിക്കണം. എന്നാൽ അന്തോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം 14-19-20. നമ്മൾ അബ്രഹാമിന്റെ കാര്യത്തിലേക്ക് വന്നായിരുന്നല്ലോ. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ പറഞ്ഞേ. തേജോമയനായ ദൈവത്തെ കണ്ടിറങ്ങിയ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം അവന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട രീതി തേജോമയനായിട്ടല്ല, അത്യുന്നതനായിട്ടാ. ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ഉന്നതനും മീതെ ഒരു ഉന്നതനും അതിനു മീതെ എല്ലാവരും പറ ഒരു അത്യുന്നതനുമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു അത്യുന്നത ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഈ രാത്രി കരമൊന്ന് അടിച്ച് ദൈവത്തെ ആരാധിക്കണം. നിന്റെ ഒറ്റപ്പെടലുകളിൽ, നിന്റെ പ്രതിസന്ധികളിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു അത്യുന്നത ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾ മുൻപോട്ട് പോയി. അബ്രഹാമിന് പ്രായം മുൻപോട്ടായി, വയസ്സ് 99ആയി. അമ്മാമ്മയ്ക്ക് 89 വയസ്സായി. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ ഏറെക്കുറെ മങ്ങി. വലിയ പ്രതീക്ഷയോടെ വീടും കൂടും കുടുംബവും പശ്ചാത്തലവും ബിസിനസ്സും എല്ലാം വിട്ടിറങ്ങി തിരിച്ച മനുഷ്യന് ഇപ്പോൾ 99 വയസ്സായി. താൻ ശാരീരികമായി ബലഹീനാണെന്ന് താൻ തന്നെ അറിഞ്ഞു. അതൊരു നല്ല വെളിപ്പാടാണ് കേട്ടോ. സ്തോത്രം. നമുക്ക് ശരീരം കൊണ്ട് കഴിവ് കുറഞ്ഞു എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് നല്ല കാര്യം. തൻ്റെ ഭാര്യയ്ക്കും സാധ്യതകളില്ലാത്ത ശരീരമാണെന്ന് അബ്രഹാം ഗ്രഹിച്ചു. ഇങ്ങനെ ഗ്രഹിച്ചിരിക്കുമ്പോൾ 17-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഉൽപ്പത്തി 17:1. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ഇത് 3-ാമത്തെ പ്രത്യക്ഷതയാണ്. അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക, എനിക്കും നിനക്കും മധ്യേ. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി. 1-ാമത്തെ പ്രത്യക്ഷത, 1-ാമത്തെ സന്ദർശനം തേജോമയനായ ദൈവം. 2-ാമത്തെ സന്ദർശനം 10 വർഷം കഴിഞ്ഞുള്ളതാ. 75-ൽ തേജോമയൻ, 85-ൽ അത്യുന്നത ദൈവം. 99 ദൈവം പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ്? സർവശക്തിയുള്ള ദൈവം. ഒരല്ലേലൂയ പറയണം. അബ്രഹാം ബലഹീനൻ, ദൈവം പറ. എടാ കുഞ്ഞെ, നിനക്കേ ഉള്ളൂ ശാരീരികമായ ക്ഷീണം. വിളിച്ച അന്നത്തെ ദൈവമാ ഞാൻ അന്നും സർവശക്തനാ, ഇന്നും സർവശക്തനാ. ഒരല്ലേലൂയ പറയണം. നല്ല ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ആ ഇടപെടൽ കണ്ടോ? അവൻ എപ്പോൾ മനസ്സുകൊണ്ട് ക്ഷീണിച്ചോ, അവൻ എപ്പോൾ ശരീരം കൊണ്ട് ക്ഷീണിച്ചോ, അവൻ എപ്പോൾ ആത്മാവിൽ ക്ഷീണിച്ചോ, ഉടനെ ദൈവം പറഞ്ഞു, കുഞ്ഞെ ഞാൻ ആരാന്നറിയാമോ? നിനക്ക് മെസൊപ്പൊട്ടോമിയയിൽ വെളിപ്പെട്ട തേജോമയനായ ദൈവം, നിനക്ക് യുദ്ധമുന്നണിയിൽ വെളിപ്പെട്ട അത്യുന്നതനായ ദൈവം, നിന്റെ വാർദ്ധക്യത്തിൽ വെളിപ്പെട്ടത് സർവശക്തി ഉള്ള ദൈവമായിട്ട്. ഒരല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി സന്ദർശനങ്ങൾ നിന്റെ ക്ഷീണമനുസരിച്ച്, നിന്റെ ബലഹീനത അനുസരിച്ച് ദൈവത്തിന്റെ ശക്തി വളരെ വിലപ്പെട്ടതാ. ഹല്ലേലൂയ. 99 വയസ്സുള്ള ഈ മനുഷ്യനോട് ദൈവം പറയാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന്. അപ്പൊ ഈ 24 വർഷം നടന്നത്
നിഷ്കളങ്കനായിട്ടല്ലേ? ഹലോ, പ്രൈസ് ദി ലോർഡ്. ആ വർഷത്തെ ന്യൂ ഇയറിന് പുള്ളി സാക്ഷി പറഞ്ഞു കാണത്തില്ലേ, ഞങ്ങൾക്ക് സാറയും ഒരുമിച്ച് കുടുംബമായിട്ട് ഈ ന്യൂ ഇയറിന് പങ്കെടുക്കാൻ ഇടയായാലും ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ 24 വർഷങ്ങൾ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തി. ഞാനും ഭാര്യ ഇറങ്ങിയിട്ട് 1-2 വർഷമല്ല. ഞങ്ങൾ ഇന്നലെ ഉണ്ടായ മഴയത്ത് കുരുത്ത് വന്ന തകരയൊന്നുമല്ല. കഴിഞ്ഞ നൂറ്റാണ്ട് പാരമ്പര്യം ഞങ്ങൾക്ക് ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ ആ വാചകം അടിക്കുന്ന പുള്ളിയോട് പറഞ്ഞു, കുഞ്ഞെ, 1/4 നൂറ്റാണ്ടൊക്കെ ആയാലും മനസ്സ് ഇതുവരെയും കറക്റ്റ് പറ, എന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കാതെ. പ്രൈസ് ദി ലോർഡ്. പുള്ളി അത്യാവശ്യം വന്നാൽ ചെറിയ കള്ളമൊക്കെ എന്ത് ചെയ്യും? പറയും. മിസ്രൈമിലോട്ട് ക്ഷാമം വന്നപ്പോൾ ഇറങ്ങിപ്പോൻ ദൈവം പറഞ്ഞു ഇല്ല. പുള്ളി ഇറങ്ങിപ്പോയില്ലേ? പോയി. യുദ്ധം ചെയ്യാൻ ദൈവം പറഞ്ഞു ഇല്ല. പുള്ളി യുദ്ധം ചെയ്യാൻ പോയില്ലേ? അമ്മ ഭാര്യ പെങ്ങളാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇടയ്ക്ക് ഉടായിപ്പെല്ലാം ഉണ്ട്. അപ്പോഴും ഗ്ലോറിയും പ്രൈസോടും ഒരു കുറവും വന്നാൽ പുള്ളി മുട്ട സ്പ്രിങ് ആഷനിലാണ് നിൽക്കുന്നത്. തമ്പേറൊക്കെ 3 പ്രാവശ്യം മാറി മേടിച്ച് അടിച്ച് കീറുമല്ലേ, ഒന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ആളാരല്ല, നമുക്കറിയത്തില്ല, ദൈവത്തിനറിയാമെന്നേ. ഇന്ന് രാത്രിയിലും വാക്തത്വം താമസിക്കുന്നത് ചെയ്തവൻ വിശ്വസ്തനല്ലാത്ത കൊണ്ടല്ല. അല്ലല്ലേ പറയണം. നിന്റെ മറുപടികൾ താമസിക്കുന്നത് വാക്തത്വം ചെയ്തവൻ അവിശ്വസ്തനായിട്ടല്ല. നീ ഇപ്പോഴും കറക്റ്റായിട്ടില്ല. നീ ഇന്ന് രാത്രി ഒന്ന് കറക്റ്റ് ആകാമെങ്കിൽ അടുത്ത വർഷം ഈ നേരത്ത് ദൈവം ചെയ്ത വാക്തത്വം നിന്റെ കയ്യിലിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദുഡര മനഗ രഗന രഗദ വൈഡേ അർധുര മനകൾ കമനബര അധുരജനാരക രഗദര വൈഡക റിബല. ഹല്ലേലൂയ. ശിബരബലബലബഷ്. കരവും ശബ്ദവും ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ദൈവം നോക്കുന്നത് പ്രസംഗകന്റെയും കേൾവിക്കാരുടെയും എല്ലാം നിഷ്കളങ്കതയാണ്. നേരോടെ നടക്കുന്നവന് ദൈവം ഒരു നന്മയും. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന് ചുറ്റും പിശാചൻ റോന്തി ചുറ്റുക. നമ്മുടെ ഈ പാകിസ്ഥാന്റെ ഡ്രോണ് ഈ കാശ്മീരിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ കറങ്ങുന്ന പോലെ ഇയ്യോബിന്റെ വീടിന് ചുറ്റും ആര് കറങ്ങുക? പിശാചിന്റെ ഡ്രോൺ ഇങ്ങനെ കറങ്ങുക. ആരും കാണുന്നില്ല, ഇയ്യോബും കാണുന്നില്ല. പക്ഷെ ആര് കണ്ടു? ദൈവം കണ്ടു. ദൈവം ചോദിച്ചടാ ദുഷ്ടപിശാചേ, എൻ്റെ ദാസനായ നിഷ്കളങ്കനായ നേരുള്ളവനായ ദോഷം വിട്ടകലുന്ന നിഷ്കളങ്കനായ എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നീ നോട്ടമിട്ടല്ലേ? നീ നോട്ടമിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ. അങ്ങനെയാണെങ്കിൽ നിഷ്കളങ്കനെ പിശാച് നോക്കിയാൽ ദൈവം അറിയും. സ്തോത്രം പറയണം. പരമാർത്ഥതയോടെ ജീവിക്കുന്ന ഭക്തനെ പിശാച് നോട്ടമിട്ടാൽ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവന് അവസരം കിട്ടിയ വേലി പൊളിക്കും. വേലി പൊളിച്ചാൽ ഇടിച്ചവനകത്ത് കയറും. കയറിയ നിമിഷങ്ങൾ കൊണ്ടെല്ലാം തകർക്കും. തകരാൻ അധികം സമയം വേണ്ട, ഉണ്ടാക്കാൻ ഒത്തിരി സമയം വേണം. തകരാൻ നിമിഷങ്ങൾ. പിള്ളേർ 10 ചത്തു, ഒട്ടകം 3000 പോയി, ആട് 7000 പോയി, 500 കാള പോയി, 500 കഴുത പോയി, ദേഹം മൊത്തം പോയി, വീട് കത്തിപ്പോയി, വസ്തു നഷ്ടപ്പെട്ടു. എല്ലാം വേലി പൊളിച്ചാ മതി. പ്രൈസ് ദി ലോർഡ്. എല്ലാം നഷ്ടപ്പെട്ടവ ഭക്തൻ കരഞ്ഞ് വിളിച്ചോണ്ടിരുന്നല്ല. അവൻ പറഞ്ഞ് യഹോവ തന്നതാ, യഹോവ എടുത്തു. അവന്റെ നാമം മഹത്വപ്പെടട്ടെ. തന്നാലും മഹത്വം, തന്നില്ലേലും മഹത്വം, ഉണ്ടേലും മഹത്വം, ഇല്ലേലും മഹത്വം. നല്ല സ്തോത്രം പറയണം. ഇതിലൊന്നും യഹോവ ദൈവത്തിൽ കുറ്റം, ഇയ്യോബ് ദൈവത്തിൽ കുറ്റം ആരോപിച്ചില്ല. സ്തോത്രം പറഞ്ഞേ. ഇയ്യോബേ, നിനക്കെന്നെ ഒരു സങ്കടമില്ലാത്ത ഇതെല്ലാം പോയി. പിള്ളേർ 10 ചത്തില്ലേടാ? ചത്തു. ആരോഗ്യം മൊത്തം പോയില്ലേ? പോയി. ഒട്ടകം മൊത്തം പോയി. അതിനിപ്പോ എന്തുവാ? നിനക്കൊരു കാര്യം അറിയാമോടാ? അവൻ ചോദിച്ചു എന്തുവാ? എടാ, എനിക്ക് വീണ്ടെടുക്കുന്ന ഒരാളുണ്ട്. അവൻ ജീവിച്ചിരിക്കുക.
പിള്ളാരെ ചത്തുള്ളൂ. ഹലോ എടാ, പിള്ളാരെ ചത്തുള്ളൂ. വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുക. ഒരു ടൈം കഴിഞ്ഞാൽ എല്ലാം വീണ്ടെടുക്കും. സ്വോത്രം പറയണം. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. പിശാചൊരു സമയത്തേക്ക് ചില നന്മകൾ അപകരിച്ചാൽ ഈ രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, അപകരിക്കപ്പെട്ടതെല്ലാം വീണ്ടെടുത്തു തരാൻ കഴിവുള്ള എന്തോ ധൈര്യമാ, എന്തോ പ്രത്യാശയാ. ആര് ജീവിച്ചിരിക്കുന്നു? പറ. വീണ്ടെടുക്കുന്നവൻ. ഈ രാത്രി നീ പറയണം, അത് ഒഴുകിപ്പോയി, അത് തകർന്നു പോയി, അത് നഷ്ടപ്പെട്ടു. പക്ഷേ വീണ്ടെടുപ്പുകാരൻ നശിച്ചിട്ടില്ല. അവൻ ജീവിച്ചിരിക്കുക. അവൻ പൊടിമയെ നിൽക്കും. അവനെല്ലാം വീണ്ടെടുക്കും. ഈ രാത്രി ആരോടോ ദൈവം പറയുന്നു, വീണ്ടെടുക്കാൻ പോകുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് രാത്രി ദൂത് പറയുന്നുണ്ട്. പ്രവാചക ശിഷ്യന്മാർ വന്ന് പ്രവാചകൻ നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്പം എടുക്കുക. അതുകൊണ്ട് യോർദാനോളം പോയി 10 മരം മുറിച്ചുകൊണ്ട് വന്ന് ഇതൊന്ന് വിശാലമാക്കട്ടെ. നല്ല കാര്യം പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ആയിക്കോട്ടെ, പോയി വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ ഒരുത്തൻ പറഞ്ഞു, അങ്ങോട്ട് ഞങ്ങളുടെ വരുവാണെങ്കിൽ അതൊരു ഉപകാരം, ഓക്കെ ഞാൻ വരാം. നല്ല കാര്യത്തിന് വിളിച്ചു. പുള്ളി കൂടെ പോയി. ഒറ്റ വെട്ടിയപ്പോഴേ കോടാലി എന്ത് ചെയ്തു? ഊരി വെള്ളത്തിൽ താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ ഒരു നിമിഷം കൊണ്ട് ആഴത്തിൽ വിഴുങ്ങുന്നൊരു യോർദാൻ. പ്രൈസ് ദി ലോർഡ്. അഭിഷക്തന്റെ കയ്യിലിരുന്ന നന്മ അനുഭവിക്കേണ്ട മരങ്ങൾ മുറിച്ചെടുക്കേണ്ടതിനെ ഒറ്റ നിമിഷം കൊണ്ട് ഊരി താഴെയിട്ട് ആഴത്തി മുക്കുന്നൊരു വ്യാപാരം. പ്രൈസ് ദി ലോർഡ്. ആരോടോ ദൈവം വിളിച്ചു പറയുന്ന രാത്രിയിൽ കയ്യിലിരുന്നതാണ്, ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായ സമയത്തിൽ ഊരി ആഴത്തിലേക്ക് വിഴുങ്ങുന്ന ഒരു യോർദാന്റെ മണ്ഡലത്തെ ഈ രണ്ടാമത്തെ രാത്രിയിൽ ആത്മാവ് വെട്ടുകയാ. ഒരു കോല് മുറിച്ചിട്ട് ഉയർന്നു വന്നതുപോലെ താണുപോയ ചില അനുഭവങ്ങളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഉയർത്തിയെടുക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. ജീവന ബൗഷാരമനാഥരെ ഡബൽ കമന ബരബ ശന്ധുരാധരാജന. ഒന്ന് ശ്രദ്ധിച്ചേ. ഇവരെ ഇറങ്ങി പുറപ്പെട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാ. എന്താ വരാൻ പോവാ? ഒരു വിശാലത വരാൻ പോവാ. അപ്പൊ ഈ ശിഷ്യന്മാരും നേതാവ് ഏലിശയും കൂടെ പുറപ്പെട്ട് ഭയങ്കര സന്തോഷമായിട്ടാ. സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് മാറിയിട്ട് ഒരുത്തൻ പറയണം, അയ്യോ യജമാനനെ. സന്തോഷിച്ചിറങ്ങിയവന്മാർ അയ്യം വിളിച്ചെന്ന് മിണ്ടുന്നില്ല. വീട്ടിൽ നിന്ന് ഏലിശയും ശിഷ്യന്മാരും ഇറങ്ങിയത് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ വരാൻ പോവാ, പറഞ്ഞേ, ഒരു വിശാലത വരാൻ പോവാ. ഞങ്ങളിപ്പോൾ ചെല്ലുന്നു, യോർദാനിൽ നിന്ന് 10 മരം മുറിക്കുന്നു, ചുമ്മിക്കൊണ്ട് വരുന്നു, ഞങ്ങൾ ഈ കൂടാരം വലുതാക്കുന്നു, കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും ഇതിൽ വിശാലത വരാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഗ്ലോറിയും വിക്ടറിയും ഒക്കെ പറഞ്ഞ് ഇറങ്ങിയ പുള്ളി ഇപ്പോൾ അയ്യോ യജമാനനെ. സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അയ്യം വിളിപ്പിക്കുന്ന ഒരു വ്യാപാരം. എന്തൊക്കെയോ കൈവിട്ടു പോകുന്നത് പോലെ, എന്തൊക്കെയോ താഴ്ന്നു പോകുന്നത് പോലെ, കണ്ടുകൊണ്ടിരുന്നതിനെ പിന്നെ കാണാൻ കഴിയാത്തതുപോലെ വിഴുങ്ങിക്കളയുന്ന ഒരു യോർദാന്റെ മണ്ഡലത്തെ രണ്ടാമത്തെ രാത്രി ആത്മാവ് വേരോടെ വെട്ടിമാറ്റുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ആത്മാവിൽ പ്രതികരിക്കട്ടെ. അയ്യം വിളിക്കേണ്ട ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയോ. Praise the Lord. Praise the Lord. അപ്പൊ ഈ പുള്ളി ഇവന്മാരെ ഈ എലിശ കൂടെ കൊണ്ടുപോയത് നന്നായി പോയി. അയ്യം വിളിച്ചു. എലിശ ചോദിച്ചു എവിടാ വീണേ? സ്ഥലം കാണിച്ചു. ഒരു കോല് വെട്ടിയിട്ടു. അതെന്ത് ചെയ്തു? പൊങ്ങി വന്നു. ഇന്ന് രാത്രിയിൽ യോഗമാശീർവാദം പറയും മുമ്പേ എവിടെ താണോ അവിടുന്ന് ഉയർത്തിയെടുത്ത് നിന്റെ കൈകളിൽ ദൈവം തരാൻ പോകുകയാ. നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ആണ്ടുപോയ ചിലത്, താണുപോയ ചിലത് ഈ രാത്രി പരിശുദ്ധാത്മാവ് മടക്കി നൽകുകയാ.
കരവും ശബ്ദവും ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പൊ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടത് പല നിലകളിലാണ്. ഒന്ന് തേജോമയനായ ദൈവം, രണ്ട് അത്യുന്നതനായ ദൈവം, മൂന്ന് സർവശക്തിയുള്ള ദൈവം. 21-ാം അധ്യായം 33-ാം വാക്യം വരുമ്പോൾ പിന്നെയും കാഴ്ചപ്പാട് മാറുകയാണ്. 21-33. അബ്രഹാം ബേർഷേബയിൽ ഒരു പിച്ചുല വൃക്ഷം നട്ടു. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ. നിത്യദൈവമായ അവൻ ഇന്നലെയും അവൻ ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. ഒരല്ലേ പറഞ്ഞേ, അബ്രഹാം പ്രായം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന് മറ്റൊരു പേര് നിത്യ ദൈവം. ഒരു സ്തോത്രം പറഞ്ഞേ. നിന്റെ ജീവിതത്തിലേതവസരത്തിലും പകലെന്നോ രാത്രിയെന്നോ രോഗമെന്നോ പ്രയാസമെന്നോ ഒന്നും നോക്കാതെ നിത്യമായി കൂടെയിരിക്കുന്ന ഒരു നിത്യദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ സന്ദർശനമൊക്കെ വരുമ്പോൾ നീ കാണേണ്ടത് കാണണം. നിങ്ങൾ ഉൽപ്പത്തി തന്നെ 13-ാം അധ്യായത്തിന്റെ 14-15 വായിച്ചേ വേഗത്തിൽ. ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും. ഞാൻ വിവരിക്കുന്നില്ല. അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം വാഗ്ദത്തം കാണിച്ചു. നോക്കിയേ, ഇപ്പോഴും കൊച്ചിന് പിള്ളേരെ കൊടുത്തിട്ടില്ല. പിള്ളേരെ കൊടുക്കുന്നതിന് മുമ്പേ പിള്ളേരനുഭവിക്കാനുള്ള സമ്പത്ത് കാണിച്ചു. എൻ്റെ കൂടെ വരണേ, വായിച്ചുകൊണ്ടിരിക്കല്ലേ. മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് മെസ്സപ്പൊട്ടോമിയ നടക്കുന്നത്. പക്ഷേ വർഷം ഇത്രയും കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഇവനെ കൊണ്ടുപോയി ലോത്തും വേർപിരിഞ്ഞ ശേഷം കൊണ്ടുപോയി ഏറ്റവും ഉയർന്ന മലയുടെ മുകളിൽ നിർത്തി പറഞ്ഞ് കിഴക്കോട്ട് നോക്കി, വടക്കോട്ട് നോക്കി, പടിഞ്ഞാറോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, കണ്ടോ, കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരും. വാഗ്ദത്ത ദേശം കണ്ടു. ഒരു സ്തോത്രം പറഞ്ഞേ. അബ്രഹാം ദൈവത്തിൻ്റെ തേജസ് കണ്ടിറങ്ങിയവൻ വാഗ്ദത്ത ദേശം നോക്കിക്കണ്ടു. 2 അതിന്റെ 15-ന്റെ 5-6 വായിച്ചേ. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും. ഒരു സ്തോത്രം പറഞ്ഞേ. 1 തലമുറ അനുഭവിക്കേണ്ട വാഗ്ദത്ത ദേശം കണ്ടു. എൻ്റെ കൂടെയാണോ എല്ലാവരും? 2 വാഗ്ദത്ത ദേശത്ത് പാർക്കേണ്ട തലമുറ ഏത് സൈസാന്ന് കണ്ടു. പ്രൈസലോ. മുടി കൂണ് പോലെ വെട്ടി, പാൻ്റെ കാശിന് മേടിച്ചിട്ട് അത് എലി വെട്ടുന്ന പോലെ 16 വെട്ടി, പുറത്ത് ജിറാഫിൻ്റെ പടവും മറുവശത്ത് 8 പടവുമുള്ള ബെന്നിനൊക്കെ ഇട്ട് നടക്കുന്ന പിള്ളേരെ അല്ല കണ്ടേ, നക്ഷത്രങ്ങളെ. നിങ്ങളുടെ മുഖം എന്നെ വളിച്ചേ. അബ്രഹാം പിള്ളേരെ ജനിച്ചിട്ടില്ല, പക്ഷെ പിള്ളേരെ കാണുകയാണ്. എങ്ങനെയുള്ള പിള്ളേരാ? പറയെല്ലാവരും കൂടെ. നക്ഷത്രങ്ങളെ പോലെയുള്ള കുഞ്ഞാല്. നമ്മുടെ ബന്ധുക്കോസുകാരനാ മനോജ പ്രകാശ് സാർ, അറിയാമോ? ഇപ്പോഴത്തെ ADGP, എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. ചെറിയ പ്രൊമോഷനും വലിയ പ്രൊമോഷനും എല്ലാം വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. ADGP എന്നുള്ള കത്ത് കിട്ടിയപ്പോൾ കത്ത് സഹിതം അയച്ചെന്ന് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അല്ലേ പറഞ്ഞ് അപ്പനും അമ്മയ്ക്കും എന്തോ മാന്യതയായിരിക്കും. കേരളത്തിലെ ഒരു നക്ഷത്രമാണ് ആര്? ADGP മനോജ് കുമാർ. യാക്കോബ് ഇങ്ങനെ മോനയച്ച രഥത്തെ ചെന്നും വെച്ച് ഈ പറവോൻ്റെ 2ാമനായിട്ടിരിക്കുന്ന മിസ്രൈമിലെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അപ്പൻ്റെ സന്തോഷം എന്തായിരിക്കും? നക്ഷത്രത്തെ കാണുക. ഹലോ, എൻ്റെ കൂടെ ആണോ? അപ്പോൾ അബ്രഹാമിനെ വിളിച്ചിറക്കി. പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ല, പിള്ളേർ താമസിക്കേണ്ട സ്ഥലം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിള്ളേർ അവിടെ പാർക്കേണ്ട പിള്ളേരെ കാണിച്ചു. ഒരുത്തൻ 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന ദാവീദ്, ഒരുത്തൻ 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന ശൗല്, ഒരുത്തൻ 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന സലോമോൻ. നക്ഷത്രങ്ങളെ കാണുക. ഹലോ, അല്ലാതെ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നവനെ കണ്ടെന്നല്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. തലയെ മുട്ടയടിച്ച് കയ്യും വിലങ്ങും വെച്ച് ഇട്ടിയപ്പാറ ചന്തയെ കൂടെ കൊണ്ടുവന്ന് മല്ലപ്പള്ളി ചന്തയെ കൂടെ ജയിലിൽ കൊണ്ടുപോകുന്നതിനെ കണ്ടെന്നല്ല. അബ്രഹാം നക്ഷത്രങ്ങളെ കണ്ടു.
നീ ഇന്ന് രാത്രി വിളിച്ച ദൈവത്തെ കാണുമ്പോൾ തന്നെ നിന്റെ തലമുറയെ നക്ഷത്രമായി കാണണം. എൻ്റെ തലമുറ നക്ഷത്രങ്ങളെ പോലെ ആകുമെന്ന് കാണാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പൊ വാഗ്ദത്ത ദേശം കണ്ടു, വാഗ്ദത്ത സന്തതിയെ കണ്ടു. 3 അതിന് 18 1 2 വായിച്ചേ. ആ ആ ആ ആ ആ 3 പേരല്ലേ വന്നേ? അപ്പൊ എങ്ങനെ വിളിക്കണം? 3 പേര് വീട്ടിൽ വന്നാൽ രാവിലെ നമ്മൾ എങ്ങനെ വിളിക്കണം? യജമാനന്മാരെ എന്നല്ലേ വിളിക്കണ്ടേ? അങ്ങനെ നാട്ടുകാരെയല്ലേ യജമാനന്മാരെന്ന് വിളിക്കുന്ന ആളല്ല അബ്രഹാം. ഈ 3 പേര് വന്നതിൽ മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ തേജോമയനായി വെളിപ്പെട്ട ദൈവത്തെ ആർക്കറിയാം? അബ്രഹാമിന് അറിയാം. അതുകൊണ്ട് അബ്രഹാം എല്ലാവരെയും കയറി യജമാനന്മാരെന്ന് വിളിച്ചില്ല. 3 പേര് വീട്ടിൽ വന്നു. ഒരുത്തൻ്റെ മുമ്പിലോട്ട് കുനിഞ്ഞിട്ട് പറഞ്ഞു, യജമാനനെ. ഒരല്ലേലൂയ പറയണം. നീ നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ കുമ്പിടല്ലേ, കുമ്പിടേണ്ടവൻ്റെ മുമ്പിൽ നീ കുമ്പിട്ടിട്ട് നീ അവനെ മാത്രം ആരാധിക്കണം. അബ്രഹാം വിളിച്ചു, ഓ യജമാനനെ. ഒരല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. ആദി വാഗ്ദത്ത ദേശം കണ്ടു. പറ. 2 വാഗ്ദത്ത സന്തതിയെ കണ്ടു. 3 വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അബ്രഹാമിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ആദി തലമുറ പാർക്കേണ്ട ദേശം കണ്ടു. 2 അവിടെ വസിക്കേണ്ട തലമുറ കണ്ടു. എങ്ങനെയുള്ള തലമുറ? നക്ഷത്രങ്ങളെ പോലെയുള്ള തലമുറ. അത് കഴിഞ്ഞ് വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ 18 17 വായിച്ചേ. 18 17. 18 22 വായിച്ചേ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. നോക്കി, നമസ്കരിക്കാഞ്ഞവന്മാർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് കാപ്പിയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവരുടെ വഴിക്ക് പോയി. എന്നൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇപ്പം നമ്മളെ ഒരാൾ ഇപ്പം നമ്മളിവിടുത്തെ നമ്മുടെ MP ആൻഡോ ആൻ്റണിയെ നമ്മളൊരു വീട്ടിൽ വിളിച്ചു. ആൻഡോ ആൻ്റണി വിളിച്ച് ആൻഡോ ആൻ്റണി തന്നെയാണോ വീട്ടിൽ വരുന്നത്? അല്ല, പുള്ളിയുടെ ഡ്രൈവറും കാണും, PAയും കാണും. കുറഞ്ഞ പക്ഷം അല്ലേ? ഏറ്റവും കുറഞ്ഞ ഡ്രൈവറും PAയും കാണും. പ്രൈസലോ. നമ്മളെല്ലാം കൂടെ ഓടിച്ചെന്ന് വെച്ചാൽ PAയെ നമസ്കരിക്കുമോ? ഡ്രൈവറെ നമസ്കരിക്കുമോ? പക്ഷെ കാപ്പി കൊടുക്കുമ്പോൾ അവർക്ക് 3 പേർക്കും കൊടുക്കും. അബ്രഹാമിൻ്റെ വീട്ടിലെ 3 കഴി മാവെടുത്ത് ഉണ്ടാക്കിയ അടയും കാളയറുത്ത് ഇറച്ചിയും 3 പേരും എന്ത് ചെയ്തു? കഴിച്ചു. നിങ്ങളിവിടാണോ? കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഡ്യൂട്ടി ഉണ്ട്. അടുത്ത ഡ്യൂട്ടി എന്താണെന്നറിയാമോ? മല്ലപ്പള്ളിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് അവർ കുന്നന്താനത്താണ്. അപ്പോൾ കുന്നന്താനത്തെ പ്രോഗ്രാം ഇവർ 2 പേരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അബ്രഹാം അവിടെ തന്നെ നിന്നു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ബൈബിളിൽ ഇവിടെ കുന്നന്താനം ചോദിച്ച് ഇറങ്ങി വരുമ്പോൾ എന്നോട് വഴക്കുണ്ടാക്കല്ലേ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. കൂടെ വന്ന 2 സഹോദരന്മാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അവർ പോയി. പക്ഷെ ദൈവം പോയില്ല. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം ചെയ്തവൻ അവിടെ തന്നെ നിന്നു. അബ്രഹാമും അവന്റെ സന്നിധിയിൽ നിന്ന് മാറിയില്ല. ഇന്ന് പകൽ നീ എന്തിൻ്റെയൊക്കെ പുറകെ പോകല്ലേ. വിളിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കണം. നിന്നോട് പേഴ്സണലായിട്ട് ദൈവത്തിന് എന്തൊക്കെയോ ഇടപെടാനായിട്ടുണ്ട്. നല്ലൊരു ഹല്ലേലൂയ ഈ രാത്രി പറയണം. അബ്രഹാം ദൈവസന്നിധി തന്നെ നിന്നു. എത്ര നേരമാണെന്നറിയാമോ? ഒരു കൊച്ചു പ്രാർത്ഥന. ദൈവം പറഞ്ഞു, സ്നേഹിത. ഇപ്പോഴത്തേന് ഇവർ 2 കൂടെ ആരായി? സ്നേഹിതന്മാരായി. അവരല്ലേ പറഞ്ഞേ? നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു ബിസിനസ്സുകാരനെ വിളിച്ചിറക്കി, ഒരു വിഗ്രഹാരാധനക്കാരനെ വിളിച്ചിറക്കി. കുറേ ദിവസം കൊണ്ട് ദൈവം അവനെ ആരാക്കി മാറ്റി? സ്നേഹിതനാക്കി മാറ്റി. നമ്മൾ ഇത്ര നാളായിട്ട് വിശ്വാസിയായി മാറിയല്ലാതെ വേറെ എന്തെങ്കിലും ആയോ? ഹലോ, നമ്മളിറങ്ങിയിട്ട് 40 വർഷമായി. ഇത്രയും നാൾ വിശ്വാസിയല്ലാതെ വേറെ ഏതെങ്കിലും പദവിയിലെത്തിയോ? അബ്രഹാം ഇപ്പോൾ ആരായി? അപ്പോൾ അബ്രഹാം പറഞ്ഞു, നിങ്ങൾ പോയി സോദോമിൽ ചെന്ന കാര്യം അവരോട് പറ.
എനിക്ക് എൻ്റെ സ്നേഹിതനോട് പേഴ്സണായിട്ട് അല്പസമയം. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? എനിക്ക് കൂടെ വന്നവരെ സോതോമിലെ ഡ്യൂട്ടിക്ക് വിട്ടിച്ചു എനിക്ക് എൻ്റെ സ്നേഹിതനുമായി പേഴ്സണലായിട്ട് ചില കാര്യം സംസാരിക്കാനുണ്ട്. ഒരല്ലിയ പറഞ്ഞേ, അയ്യോ എൻ്റെ അച്ഛൻ ഞാനിതൊക്കെ വായിച്ചിരുന്ന് അങ്ങ് ധ്യാനിക്കാറുണ്ട് കേട്ടോ. ദൈവം ഒരുത്തിനെ സ്നേഹിച്ചാൽ അവൻ്റെ കൂടെ ഒരു രാ പാർക്കാൻ ആഗ്രഹിക്കുന്നവനാ. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട്? രണ്ടാമത്തെ യോഗം കഴിഞ്ഞ് ഈ രാത്രി തമ്പുരാനൊന്ന് കൂടെ പാർക്കണമെന്ന് കൊതിക്കുന്നവര് ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയാ. ചുടപരബലബസ്. ഓ ജീസസ്. ഒറ്റ നിപ്പ്. തമ്പുരാനും ഇരുന്നില്ല, അബ്രഹാമും ഇരുന്നില്ല. ഒറ്റ നിപ്പ്. സ്നേഹിതന് നിന്ന് വർത്താനം പറഞ്ഞ് പോയതാ. നേരം പോയത് അറിഞ്ഞില്ല. ഒരല്ലിയ പറഞ്ഞ് ഈ സ്നേഹിതന്മാർ സംസാരിച്ചിരുന്ന സമയം പോകുന്നൊന്നും അറിയത്തില്ല. ഒറ്റ നിന്നിട്ട് പറഞ്ഞു, എടാ അബ്രഹാമേ, ഞാൻ ഈ പ്രാവശ്യത്തെ എൻ്റെ വരവിൻ്റെ ലക്ഷ്യം, ഞാൻ അതിനെ അവന്മാരെ വിട്ടേക്കുന്നത്, എടാ സോദോമിൻ്റെ ഗോവറിൻ്റെ പാപം എൻ്റെ ചെവിയിലെത്തി. അതങ്ങ് സഹിക്കാൻ വയ്യാത്ത ഞാൻ അവന്മാരെ നശിപ്പിക്കാൻ പോവാം, തീ ഇറക്കി നശിപ്പിക്കാൻ പോവാം. ഇത് കേട്ടപ്പോൾ അബ്രഹാം ഒന്ന് ഞെട്ടി. കാരണം ചേട്ടൻ്റെ മോൻ ഫാമിലിയായിട്ട് താമസിക്കുന്ന അവിടെ. ഹലോ, ഇപ്പൊ കുവൈറ്റ് ബോംബിടാൻ പോകുന്നത് നമ്മളെല്ലാം കരുതത്തില്ലേ? കാരണം നമ്മുടെ ഉപ്പാപ്പൻ്റെ മോനെ, അനിയൻ്റെ മോനെ, ചേട്ടൻ്റെ മോനെ അവിടെ ഇല്ലേ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പെട്ടെന്ന് അബ്രഹാം പെട്ടെന്ന് ചോദിച്ചു, സോദോം ഗോമോറ തീയിട്ട് അതെ നശിപ്പിക്കാൻ പോവാം. ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, അവിവേകമാണെ പൊറുക്കണം. സ്തോത്രം. ഒരു 50 പേര് യഹോവയെ അറിയുന്നവരുണ്ടെങ്കിൽ അവിടെ നശിപ്പിക്കുമോ? ലോത്തിനെയും കൊച്ചുങ്ങളെയും പിടിപ്പിക്കണമെന്ന് പറഞ്ഞ ഒറ്റ വാക്ക് തീരുന്ന പ്രശ്നമാണ്. പക്ഷെ അത് പറയാൻ വയ്യാത്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വന്ന് മൂക്കെ തൊടാൻ പോവാ. ഒരു 50 പേരുണ്ടെങ്കിൽ, അപ്പം ദൈവം പറഞ്ഞു 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പ്രാർത്ഥനയാണ്, അല്ല നമ്മുടെ കൂട്ട് 50, 40, 30, 20 എന്ന് പറഞ്ഞ് കൗണ്ടിങ് എണ്ണി ഒറ്റയടിക്ക് 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന തീർക്കുന്ന പരിപാടിയല്ല. പ്രാർത്ഥനയാണ്. 50, 45, 40, 30, 20, 10 ആയപ്പോൾ പുള്ളി ഇനി ചോദിക്കുന്ന അബദ്ധമാണെന്ന് മനസ്സിലായി. ഹലോ, ഇത്രയും ചോദിച്ചപ്പോൾ നേരം എടുത്തു. നമ്മൾ ഇത്രയും കാര്യം ചോദിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? 4 ടൈം ചോദിച്ചപ്പോൾ നേരം എടുത്തെന്ന്. ഓ, ഒരല്ലിയ പറഞ്ഞേ. സ്നേഹിതനോട് സംസാരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താന്ന് വല്ലതും മനസ്സിലായോ? ഓ, തമ്പുരാൻ പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നു, ഞാൻ പോവാ എന്നും പറഞ്ഞ് അബ്രഹാമിനെ വിട്ടു പോയോ? ഒറ്റ നിപ്പ. എൻ്റെ പൊന്ന അബ്രഹാം നിർത്തി, എനിക്ക് കാലി കഴിക്കുന്നു പറഞ്ഞ് പോയിരുന്നോ? ഓ, പ്രൈസ് ദി ലോർഡ്. ഒരു 12 മണിക്കൂർ ഓൾ നൈറ്റ് പ്രെയർ. അബ്രഹാമും ദൈവവും തനിച്ച്. നേരം വെളുത്തപ്പോൾ തീരുമാനം മാറ്റി കേട്ടോ. 10ന്റെ താഴോട്ട് എണ്ണിയില്ലെങ്കിലും 4 പേരെ വിടുവിക്കാൻ തീരുമാനിച്ചു. ദൂതന്മാരുടെ ഡ്യൂട്ടി മാറ്റി. ദൂതന്മാരോട് പറഞ്ഞു, നശിപ്പിക്കും മുമ്പേ ആ ലോത്തിനെയും പെണ്ണും പിള്ളേരെയും വലിച്ചിറക്കി അടുത്ത പർവ്വതത്തിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. ഒരല്ലില്ലേ പറഞ്ഞേ. ഒറ്റ രാത്രി പ്രാർത്ഥനയിൽ ഒരു കുടുംബത്തെ ന്യായവിധിയുടെ കരത്തിൽ നിന്ന് വിടുവിച്ചു. നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ചില സന്ദർശനങ്ങൾ തിരിച്ചറിയാൻ, ഓ ഞാൻ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച, ഞാൻ വേഗം നിർത്താൻ പോകുക. അബ്രഹാം സന്ദർശനം അറിഞ്ഞു. 1 ദൈവത്തിന്റെ വാഗ്ദത്തം കണ്ടു. 2 വാഗ്ദത്ത സന്തതിയെ കണ്ടു. 3 വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. 4 22:13 വായിച്ചേ. ഉൽപ്പത്തി തന്നെ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകുറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഒരു സ്തോത്രം പറയണം. 1 വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ദേശം നോക്കി കണ്ടു. 2 വാഗ്ദത്തം ചെയ്ത തലമുറയെ ആത്മാവി കണ്ടു.
പിള്ളേർ ജനിച്ചു കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഏത് ഗ്രൂപ്പ് എടുപ്പിക്കണം അതിന് ഉപദേശിച്ചൊക്കെ പ്രാർത്ഥിക്കാമെന്ന്. പാസ്റ്ററെ കൊച്ച് ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കണം. സയൻസ് ഗ്രൂപ്പാണോ കൊമേഴ്സ് ഗ്രൂപ്പാണോ? ഒരു വിവരവും അവനും തള്ളയ്ക്കും തന്തയ്ക്കും ഇല്ല. എന്നാൽ ഇനി ഉപദേശിക്ക് വിവരം ഉണ്ടായി പറയണം ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടതെന്ന്. ഹലോ, മിണ്ടുന്നില്ല. പ്രൈസലോ. അതോ ഹ്യൂമാനിറ്റീസ് മതിയോ? കാരണം ഇവന് വെള്ളിയാഴ്ചയും വിവരവും ഇല്ല. ഇവൻ 24 മണിക്കൂർ ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തും ആയിരുന്നുകൊണ്ട് മാർക്ക് 68% ഉള്ളൂ. നമ്മളെങ്ങനെ ഇവനെ കൊണ്ട് സയൻസ് ഗ്രൂപ്പിൽ ഇരുത്താനാ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസലോ. ഇപ്പം മാർക്കും ഇല്ല, എല്ലാം പോയി കഴിഞ്ഞപ്പം ദൈവസന്നിധി വന്നേക്കാണ്. 7 ദിവസം ഉപവാസം ഞാനും ഇരിക്കാൻ പോവാ. കൊച്ചു ഹ്യൂമാനിറ്റീസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ സയൻസ്? അബ്രഹാം പിള്ളേരുണ്ടാകുന്നതിന് മുമ്പേ ആരാകുമെന്ന് കണ്ടു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നക്ഷത്രങ്ങളെ പോലെയുള്ള പിള്ളേരെ കാണണം. ആത്മാവിൽ പിള്ളേരെ നക്ഷത്രങ്ങളായിട്ട് കാണണം. സ്വതന്ത്രം പറഞ്ഞേ, നിന്റെ കുഞ്ഞ് ഈ മല്ലപ്പള്ളിയിൽ ഒരു നക്ഷത്രമാകുമെന്ന് എത്ര പേര് കണ്ടു? നല്ല സ്വോത്രം പറ. ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുക, നിന്റെ ജനിച്ച തലമുറ നാളെ ഒരു നക്ഷത്രമാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ പല പിള്ളേരുടെയും പടം മല്ലപ്പള്ളി സിറ്റിയിലെ ആദരാഞ്ജലി എന്നും പറഞ്ഞുകൊണ്ട് ഒട്ടിക്കാറുണ്ട്. അതിനിടയ്ക്ക് നിന്റെ ഒരു കൊച്ചിൻ്റെ അവിടെ അഭിനന്ദനം എന്നും പറഞ്ഞ് കാണുന്നുണ്ടോ? മിണ്ടുന്നില്ല. ഈ ബസ് സ്റ്റാൻഡിനോട് കൊണ്ട് നിന്റെ കൊച്ചിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അഭിനന്ദനങ്ങൾ, എല്ലാത്തിനും A+. നമുക്കൊരു ഗമയല്ലേ വണ്ടിയെ പോകുമ്പോൾ ഞങ്ങളുടെ സഭയിലെ കൊച്ചിൻ്റെ പടമായിരിക്കുന്നെന്ന് പറയത്തില്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഈ ആദരാഞ്ജലിയുടെ പടം വെക്കുന്നതിനേക്കാട്ടിൽ അഭിനന്ദനത്തിൻ്റെ പടം വെക്കാൻ 10 പിള്ളേരുണ്ടെങ്കിൽ സ്വോത്രം പറയുന്നേ. പിന്നെ എൻ്റെ കൊച്ച് CAക്ക് ഈ വർഷത്തെ പാസ്സായത് എൻ്റെ കൊച്ചാന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നീ നക്ഷത്രങ്ങളെ കാണണം. കൊച്ചിനെ നോക്കിയിട്ട് അല്ലെങ്കിലും ഗുണം പിടിക്കത്തില്ല. ആ തന്തയുടെ സ്വഭാവമല്ലേ, പിന്നെ എങ്ങനെ ഗുണം പിടിക്കാനെന്ന് പറഞ്ഞ് കൊച്ചിനെ കേൾക്കുക എപ്പോഴും തന്തയുടെ കുറ്റം പറയൽ. അത് ഈ തള്ളയെ പോലെ തള്ളയുടെ കുറ്റം പറയൽ. ഒന്നും മിണ്ടുന്നില്ല. അതെങ്ങനെ പാസ് അറിഞ്ഞെന്ന്. പ്രൈസലോ. നീ പെരയ്ക്കകത്ത് പിള്ളേരുടെ കേൾക്കുക തന്തയുടെയും തള്ളയുടെയും വെല്ലിപ്പൻ്റെയും വെല്ലിമ്മയുടെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ പറഞ്ഞു, കുഞ്ഞെ നീ ഒരു നക്ഷത്രമാകും. മമ്മി പ്രാർത്ഥിച്ചപ്പോൾ അത് വെളിപ്പാടി കണ്ടു, പപ്പ പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പാടി കണ്ടു, നീ ഒരു നക്ഷത്രമാകും. അവനങ്ങ് എൻജോയ് ആകുമെന്ന്, അവനങ്ങ് പഠിക്കാൻ തുടങ്ങും. എടാ എൻ്റെ അപ്പൻ എന്നെ കണ്ട നക്ഷത്രമാകുമെന്ന, പിന്നെ അവൻ എങ്ങനെ പഠിക്കാതിരിക്കാൻ കഴിയും? അവൻ പ്രാർത്ഥിക്കും. നിന്റെ തലമുറയെക്കുറിച്ച് ഒരു നല്ല വെളിപ്പാട് നീ കണ്ടേ. ദൈവമക്കളുടെ ഇടയിൽ ഒരു നല്ല തലമുറയെ ദൈവം വാർത്തെടുക്കാൻ ഇന്ന് രാത്രി നക്ഷത്രങ്ങളെ കാണണം. തീർന്നില്ല. അബ്രഹാം വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അബ്രഹാം വാഗ്ദത്തം ചെയ്തവന് വേണ്ടിയുള്ള തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ കണ്ടു. സ്വോത്രം പറഞ്ഞില്ല. തലമുറയുടെ കഴുത്തേൽ കത്തി വീഴും മുമ്പേ തലമുറയെ അതിൽ നിന്ന് വിടുവിച്ചിട്ട് പകരം ഒന്നിനെ കരുതുന്ന ദൈവത്തെ അബ്രഹാം കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥന 2ാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ കരുതൽ കാണാൻ പിള്ളേര് ചോദിക്കുമ്പോൾ എൻ്റെ മോനെ ഞാൻ എന്തോ എടുക്കാനാ, എവിടുന്ന് തരാനാണെന്ന് പറഞ്ഞാൽ ആവലാതി പറയാതെ ഒറ്റ വാക്കിൽ മറുപടി നിർത്തണം. ചെറുക്കൻ്റെ ചോദ്യം, അപ്പം ആ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം വിടാം. ഉടനെ അപ്പം താടിക്കോട്ട് കൈ കൊടുത്ത് ആരാനിക്ക് വന്നിരിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ കൈയും കൊടുത്ത്, ഹലോ ഞാനും അതാ മോനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നുമല്ലാന്നോ വല്യപ്പൻ പറഞ്ഞേ? അപ്പനെന്തോ പറഞ്ഞേ? അതൊക്കെ യഹോവ കരുതിക്കോളും. ഒറ്റ വാക്കി പ്രശ്നം തീർത്തു. നമ്മളാടിനെ പറഞ്ഞ് കുളമാക്കിയനെ. കൊച്ചിനും ടെൻഷനായനെ, നമുക്കും ടെൻഷനായനെ. ഹലോ, ചോദ്യം ഭയങ്കരമാണ്. ഇവൻ്റെ കരുത്തിലെ കത്തി വെക്കാൻ പോകുന്ന അപ്പനറിയാം. പക്ഷെ ചോദ്യം, അപ്പ തീയുണ്ട്, വിറകുണ്ട്. ഇനി ഈ പ്രായം 122 വയസ്സായില്ലേ, ഇനി അപ്പൻ ഈ ആടിനെ എടുക്കാൻ മറന്നാന്ന് ഞാൻ ചെറുക്കൻ ചോദിച്ച് ഉടനെ അപ്പന് അതൊക്കെ ദൈവം നോക്കിക്കോളും, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഹോ, നിങ്ങൾ എൻ്റെ കൂടാണോ? ഹല്ലേലൂയ. BSc നേഴ്സിന് ഫീസ് എങ്ങനെ? അത് ദൈവം നോക്കിക്കോളും. പറഞ്ഞേ, ദൈവം പറയുന്നേ. പിന്നെ ദൈവം നോക്കുമെന്ന്. പിള്ളേരെ തന്നത് ദൈവമാണ്, ഭാവി ദൈവത്തിന്റെ കയ്യിലല്ലേ.
നീ എന്തിനാ ടെൻഷൻ പിടിക്കുന്നത്? അത് ദൈവം നോക്കിക്കോളും. നിന്റെ കുഞ്ഞിന്റെ കരുതൽ ദൈവത്തിന്റെ പക്കലുണ്ട്. ആരോടൊക്കെയോ ദൈവാത്മാവ് തൊട്ടിടപെടുകയാ ഇന്ന് രാത്രിയിൽ. അത് ദൈവം കരുതിക്കോളും. അത് ദൈവം കരുതിക്കോളും. അത് ദൈവം കരുതിക്കോളും. ഓ രബര മനഗ രഗനെ രഗദേ റൗഷ പ്രമന. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സങ്കടം ഇതൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ഞാൻ ഇടപെട്ടിട്ടും ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്തം പരമായി കൊടുത്തിട്ടും സന്ദർശനകാലം ഇവർ തിരിച്ചറിഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അത് ഓർത്തിട്ട് കർത്താവ് കരഞ്ഞു. ഇന്ന് രാത്രിയിൽ നീ അറിയാതെ നിന്റെ കൂടാരത്തെ ദൈവം സന്ദർശിച്ചായിരുന്നു. ഒരു നിമിഷം നിർത്താൻ പോ, ഒന്ന് ശ്രദ്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. നീ അതറിഞ്ഞില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാവും. ആ ആക്സിഡൻ്റ് അതൊരു സന്ദർശനമായിരുന്നു. നീ അത് ആരാണ്ട് കൂടത്തോളം ചെയ്താണെന്ന് പറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ പെട്ടെന്നുണ്ടായ ഷോക്ക്, ആ പെട്ടെന്നുണ്ടായ പ്രതിസന്ധി അതൊരു സന്ദർശനമായിരുന്നു. എന്തെന്നറിയാമോ? ഈ ദൈവത്തെ ഒന്ന് രുചിച്ചറിയാൻ. മനസ്സിലാകുന്നുണ്ടോ? ഓ, നീ തന്നെയാ പറഞ്ഞില്ലയോ എല്ലാം നശിച്ചെന്ന് ഞാൻ ഓർത്ത എൻ്റെ പാർശ്വേ, ഇതോടെ എല്ലാം തീർന്നെന്ന്. പക്ഷെ എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെയോ കർത്താവ് അതിന്ന് സന്ദർശനമായിരുന്നു. നീ അറിഞ്ഞില്ല. ഇപ്പൊ കർത്താവിന്റെ സങ്കടം എന്നാന്നറിയാമോ? നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയെങ്കിലും ദൈവാത്മാവ് ചോദിക്കുന്നു, തിരിച്ചറിയാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, മറ്റൊന്നും അറിഞ്ഞില്ലേലും നിന്റെ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, എന്നോടുള്ള ബന്ധത്തിൽ, എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, എൻ്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, എൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നിന്റെ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊതിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു കോഴി കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ച് 110-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ യോസഫ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശവം ഈ മിസ്രൈമിൽ അടക്കരുത്, എൻ്റെ ബോഡി ഒരു ശവപ്പെട്ടിക്കകത്ത് വെച്ച് അടയ്ക്കണം, സംസ്കരിക്കല്ലേ. അവർ ചോദിച്ചു അതെന്തിനാ? ഉത്തരം, മരിക്കാൻ തുടങ്ങുന്ന ഭക്തൻ പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഒരല്ലിയ പറഞ്ഞു. 110-ാമത്തെ വയസ്സിൽ മരിക്കാൻ നേരത്തും ഭക്തന്റെ വെളിപ്പാട് കണ്ടോ? ദൈവം നിങ്ങളെ സന്ദർശിക്കും. അന്ന് നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. പോകുമ്പോൾ എൻ്റെ ഈ ഡെഡ് ബോഡിയും കൂടെ കൊണ്ടുപോക്കണം. ഒരല്ലിയ പറഞ്ഞേ. നവോമി അങ്ങ് മിഥ്യാനിലിരിക്കുമ്പോൾ യഹോവ യെരൂശലേമിനെ സന്ദർശിച്ചെന്ന് അറിഞ്ഞപ്പെടുത്തേന് കെട്ടിയോനും ചത്തു, മൂത്തമോനും ചത്തു, ഇളയമോനും ചത്തു, മൂത്ത മരുമോള് ചുംബിച്ചേച്ച് പോയി. എല്ലാം പോയി കഴിഞ്ഞ് സന്ദർശനം അറിഞ്ഞിട്ട് എന്നാ സാധിക്കാനാ? മിണ്ടുന്നില്ല. ഹലോ അച്ഛാ, കെട്ടിയോൻ ചത്തു, മൂത്ത ചെറുക്കൻ ചത്തു, രണ്ടാമത്തെ ചെറുക്കൻ ചത്തു, മൂത്ത മരുമോള് പോയി, ഇനിയിപ്പോൾ ഒരു വിധവയായ പെണ്ണും ഈ തള്ളയുണ്ട്. അപ്പോൾ അവരറിഞ്ഞു, എന്നും അറിഞ്ഞു യെരൂശലേമിനെ യഹോവ സന്ദർശിച്ചു. ഇനി അറിഞ്ഞിട്ട് എന്നാ സാധിക്കാനാണ് ഞാൻ ചോദിച്ചത്. പോകേണ്ടതെല്ലാം പോയി കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരും എൻ്റെ കൂടെ ആണോ? ദേഷ്യമുണ്ടോ? പോകേണ്ടതെല്ലാം പോയി കഴിഞ്ഞ് സന്ദർശനം അറിഞ്ഞിട്ട് എന്നാ സാധിക്കാൻ? ഓ, ഇന്ന് രാത്രി പോകുന്നതിന് മുമ്പേ അതിനാ ഉപവാസം വെച്ചേക്കുന്നേ. എന്തൊക്കെയോ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പേ
കോടാലി ഊരിപ്പോയതിലെ പോകുന്നതിന് മുമ്പേ നീ സന്ദർശനങ്ങളെ തിരിച്ചറിയണം. ഏറ്റെടുക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി മറ്റെന്തിനേക്കാൾ ദൈവിക സന്ദർശനങ്ങളെ തിരിച്ചറിയാൻ പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നെഴുന്നേക്കാം. മറ്റൊന്നിനു വേണ്ടിയല്ല. ഇന്ന് രാത്രി ദൈവം അനുവദിച്ച അടുത്ത ഞായറാഴ്ച വരെ ഇവിടെ ഉപവാസമാണ്. പക്ഷേ കർത്താവേ, അങ്ങയുടെ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ, എന്തെങ്കിലുമൊക്കെ കൈമോശം വരുന്നതിന് മുമ്പേ, കൈവിട്ടു പോകുന്നതിന് മുമ്പേ അങ്ങയുടെ സന്ദർശനം ഒന്നറിയുവാൻ എൻ്റെ അകക്കണ്ണുകളെ തുറക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ ഊരിപ്പോയി ആഴത്തിലേക്ക് വിഴുങ്ങുന്നത് പോലുള്ള യോർദാന്റെ ശക്തികളെ ഈ ഉപവാസത്തിന്റെ രണ്ടാമത്തെ രാത്രി നീ ആത്മാവ് ജയിക്കണം. അത് ഉയർന്നു വരാൻ പോകുകയാ. ഒരു കോല് വെട്ടി എറിഞ്ഞപ്പോൾ ആ ഇരുമ്പായുധം പൊങ്ങി വന്നതുപോലെ ഒരിക്കലും പൊങ്ങി വരത്തില്ലെന്ന് പിശാച് പറയുന്ന ചിലതിനെ ഈ രാത്രി ആത്മാവ് ഉയർത്തിക്കൊണ്ടുവന്ന് നിന്റെ കരങ്ങളിൽ തരുന്ന രാത്രിയാ. അതങ്ങനെ സംഭവിക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ വെളിപ്പെടാൻ പോകുകയാണ്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നീ ഇന്ന് രാത്രി ആ അത്യുന്നത ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ നിത്യ ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ സർവശക്തിയുള്ള ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ തേജോമയനായ ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ വാഗ്ദത്തങ്ങളെ ഒന്ന് നോക്കി കാണുവാൻ, ആ വാഗ്ദത്ത സന്തതികളെ ഒന്ന് കാണുവാൻ, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ ഒന്ന് കാണുവാൻ. ഓ ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മക്കണ്ണുകൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉടരാ മനകാരകൽക്കന വൈഡാ ധീരബലവ ഓ രക്തത്താലെ ജയം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച അനന്തരം നമുക്ക് പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രണ്ട് കരങ്ങളും ഉയർന്നിരിക്കട്ടെ, രണ്ട് കണ്ണുകളും പുറമെ അടയട്ടെ. പരിശുദ്ധനായി ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളെ നോക്കി കരയുന്നു, അതോ ഞങ്ങളെ നോക്കി സന്തോഷിക്കുന്നു? ജനമെല്ലാം ആഘോഷിച്ചപ്പോൾ അങ്ങ് മാത്രം കരഞ്ഞല്ലോ. നാളെയുടെ നീളകളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഭൂതകാലവും വർത്തമാനകാലവും ഞങ്ങളുടെ ഭാവി കാലവും അറിയുന്ന ദൈവമേ, ഇന്ന് രാത്രി ഈ സഭയോട് മനസ്സറിയണം. നിന്റെ അഭിഷക്തന്റെ ഉള്ളത്തിൽ ഏതു താല്പര്യത്തോടെ ഈ യോഗം നടത്തിയോ അതിൻ്റെ ഒരു പൂർണ്ണത കാണുവാൻ, ഈ സഭയുടെ ഒരു വിശാലത കാണുവാൻ ദൈവം സഹായിക്കണമേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ ദാസന്മാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്റർ ഷാജി വർഗീസിനെ, തന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതങ്ങളുടെ ദിനങ്ങളാക്കി മാറ്റും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കും.